പൂക്കാലത്തിലെ ഇച്ചോയ് എന്ന ഇട്ടൂപ്പിനെയും അതുപോലെ കിഷ്കിന്ധാകാന്ഡത്തിലെ അപ്പുള്ളയും ഒസ്യത്തിലെ കഥാപാത്രവുമൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മൾ ഒരുപാട് ചിന്തിച്ചിട്ടുള്ള സംസാരിച്ചിട്ടുള്ള ഒരു നടനുണ്ട് മലയാളത്തിൽ. നമ്മുടെ പ്രിയങ്കരനായ നമ്മുടെ പ്രിയപ്പെട്ട വിജയരാഘവൻ കുട്ടേട്ടൻ. ആ കുട്ടേട്ടനെ തേടിയാണ് ഇപ്പോൾ ദേശീയ പുരസ്കാരവും കേരളത്തിലേക്ക്, നമ്മുടെ മലയാളത്തിലേക്ക് ഈ അടുത്ത കാലത്ത് എത്തിയത്. അത്തരമൊരു സാഹചര്യത്തിലാണ് കോട്ടയത്ത് ഒളസയിലെത്തി കുട്ടേട്ടനെ കൈരളി വീണ്ടും കാണുന്നത്. കുട്ടേട്ട, ഈ ഓണക്കാലത്ത് നമ്മളങ്ങനെ വീണ്ടും കാണുകയാണ്. പിന്നെ അല്ലെ, ആ കാണുന്നതിൽ ഒരു രസകരമായ ഒരു അനുഭവം ഞാൻ പറയട്ടെ. ഇതിന് തൊട്ട് മുമ്പ്, കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഇതുപോലെ തന്നെ നമ്മൾ സംസാരിച്ചിരുന്നു. അന്ന് സംസാരിച്ച് ഈ പൂക്കാലത്തിലെ ഈ കഥാപാത്രമാണ് ഇച്ചോ എന്ന 100 വയസ്സുകാരനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുമ്പോൾ. ഒരുപാട് സംസാരിച്ചപ്പോൾ എന്നോട് കാണണം എന്ന് പറഞ്ഞു. ആ ഇൻ്റർവ്യൂ കഴിഞ്ഞ് ആ സിനിമ കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം തോന്നിയത് എന്താണെന്ന് അറിയാം, ഒരു വരവ് കൂടി വരേണ്ടി വരും ഒളസയിലേക്ക്, കോട്ടയത്തേക്ക് ഒരു വരവ് കൂടി കുട്ടേട്ടനെ കാണാൻ വരേണ്ടി വരും എന്നാണ് എനിക്ക് ആ സിനിമ കണ്ടപ്പോൾ തോന്നിയത്. കാര്യം മനസ്സിലായല്ലോ. അല്ലാതെ അതിപ്പോൾ നാഷണൽ ജൂറിക്കും മനസ്സിലായി. അത് വായിക്കുമ്പോൾ തന്നെ നമുക്കൊരു എന്തൊരു പ്രത്യേക ഒരു സുഖം തോന്നി. ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു കഥാപാത്രമാണ്, ഒരു വളരെ വ്യത്യസ്തമായി ചെയ്യാൻ പറ്റും എന്നൊക്കെ തോന്നിയതാണ്. അകത്തിരി തോന്നിയത്. നമുക്കെന്നാ അകത്തേക്ക് പോകാം. അല്ല, ഈ ചില കഥാപാത്രങ്ങളെ നമ്മളിങ്ങനെ വായിക്കുമ്പോൾ തന്നെ നമുക്ക് എന്തോ ഒരു ഫീലുണ്ടാകും. അപ്പം എനിക്കാണെങ്കിൽ ഈ 2 കഥാപാത്രങ്ങൾക്കും അങ്ങനെയാണ്. അപ്പുള്ളയും രണ്ടിനും അതെ. മറ്റേ ഇച്ചോയ്, ഇത് എന്നോടൊരു കഥ വായിച്ചപ്പോൾ ഇച്ചോയ് എന്ന് വിളിക്കുന്നത്. അവർ എന്നെ നാട്ടുകാർ ഒരുപാട് പേര് ഇച്ചോയ് എന്ന് വിളിക്കുന്ന കുറച്ചുകൂടെ ഒരു കോട്ടയം. അപ്പോൾ അത് വായിച്ചപ്പോൾ തന്നെ എനിക്കൊരു എന്തോ ഒരു സുഖം തോന്നി. പിന്നെ പെട്ടെന്ന് പണ്ട് മുതൽ ആഗ്രഹമുണ്ട് ഒരുപാട് പ്രായമുള്ള കഥാപാത്രം ചെയ്യണമെന്ന്. അങ്ങനെ തോന്നിപ്പിച്ച ഒരു അനുഭവം എവിടെയോ ഉള്ളിൽ കിടപ്പുണ്ടല്ലോ. അത് നമ്മുടെ കൊട്ടാരക്കര ചേട്ടനെ അരുണാചല നേരം. അപ്പോൾ അതിനകത്തൊക്കെ ആയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. അന്നത്തെ കാലത്ത് അത്രയും വ്യത്യസ്തമായ, അന്ന് മേക്കപ്പിന് ഇത്ര സാധ്യതയില്ല. അപ്പോൾ അതുണ്ട് എനിക്ക്. അപ്പോൾ അതുപോലൊരു കാര്യം ചെയ്യണം എന്ന് ആഗ്രഹിച്ചിരുന്നു. ഇത് കേട്ടപ്പോൾ പെട്ടെന്ന് എനിക്ക് അങ്ങനെ ആയാലോ, അങ്ങനത്തെ ഒരു കഥാപാത്രമല്ലേ. ഇതിൽ ഒരു കാര്യം കൂടി സാന്ദർഭ്യമായി, ഈ മേക്കപ്പ് സാധാരണ ഈ അവാർഡിലേക്ക് പോകുമ്പോൾ ഓവർ മേക്കപ്പ് എന്ന് പറയുന്ന അവസ്ഥയുണ്ട്. ഇതിൽ വളരെ ബ്ലെൻഡാണ്. അല്ല, ഇത് പോസ്റ്ററിക് മേക്കപ്പ് അല്ല, മറ്റേ പ്രോസ്തറ്റിക് മേക്കപ്പ് എന്ന് പറഞ്ഞിട്ടാണ്. അതെനിക്ക് ആദ്യം ചെയ്തതാ. അത് ഞാൻ ഇതൊക്കെ അത് തന്നെ ചെയ്തു കഴിഞ്ഞ് നല്ല ഗംഭീരമായിട്ടുണ്ട്. എന്നുവെച്ചാൽ ഞാനും കണ്ണാടി നോക്കിയപ്പോൾ നല്ല രസമാണ്. പക്ഷെ ഞാനൊന്ന് ചിരിക്കുകയും എൻ്റെ മുഖത്ത് പല ഭാഗങ്ങളും വരുത്തി നോക്കി, ഒന്നും വരികയല്ല. ഇതിന് മാസ്ക് അല്ലേ. അപ്പം ഞാൻ പിന്നെ എന്ത് ചെയ്തു, ഞാൻ പറഞ്ഞു ഇത് ശരിയാകുമല്ലോ, ഇങ്ങനെ തന്നെ വലിച്ച് കളഞ്ഞു. നാച്ചുറലായിട്ട് പിന്നെ ചെയ്ത്. അപ്പം ഞാൻ പിന്നെ പറഞ്ഞു നമുക്ക് വേറെ ഒരു ആലോചിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് റോണക്സിനെ വിളിച്ചത്. അപ്പം റോണക്സിനോട് കാര്യം വേണ്ട, എനിക്ക് ചുളികളൊക്കെ വേണം, പക്ഷേ എൻ്റെ കണ്ണ്, എൻ്റെ ഇത്രയും ഭാഗം ഇതൊന്നും മറക്കാം. അതായത് കുട്ടേട്ടൻ്റെ ഓരോ എക്സ്പ്രഷനെ, ആ പ്രായത്തിൽ കാട്ടേണ്ട ഓരോ എക്സ്പ്രഷൻ ഇത് ബ്രേക്ക് ചെയ്തില്ല. അതെന്താ അറിയോ, ഈ ഓരോ പീസ് അത് ഞാനിപ്പോൾ ഇങ്ങനെ ഞാൻ തന്നെ ഇങ്ങനെ പിടിച്ചു കൊടുക്കും, അവൻ ഇങ്ങനെ പിടിക്കും. ഇവിടെ ലാറ്റക്സ് അല്ലേ, ഇങ്ങനെ അതിങ്ങോട്ട് തേക്കും, ക്രീം പോലെ. എന്നിട്ട് പതുക്കെ അത് വിടും, ചെറുതായിട്ട് ചൂടാക്കും. എന്നിട്ട് പതുക്കെ വിടുമ്പോൾ ആ ചുളിവ് കാണും. പിന്നെ ഇവിടം പിടിച്ചിട്ട് ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വിളിക്കും. അപ്പം ഇവിടെ ഞാൻ പിടിക്കും, അവിടെ മറ്റേ മേക്കപ്പ് വേറെ പയ്യൻ പിടിക്കും, ഇവിടെ ഇടും. എന്നിട്ട് ആ ചുളിവ് വിടും. പിന്നെ ഇവിടെ ഇങ്ങനെ പിടിക്കും, ഇവിടെ വിടും. അപ്പോൾ ഞാൻ തന്നെ പിടിക്കുക. അല്ലെങ്കിൽ ഓരോ ഇപ്പോൾ ഞാൻ കൈ മാറി പിടിച്ചപ്പോഴും തെറ്റും. ഇന്നലത്തെ ചുളിവായിരിക്കും നാളത്തെ ചുളിവ്. പിന്നെ അപ്പോൾ ഞാൻ തന്നെ പിടിക്കും. അപ്പോൾ അങ്ങനെ ഇത് വിട്ടപ്പോൾ പിന്നെ ഞാൻ വേറെ കാര്യം ചെയ്യും. രാവിലെ ഭക്ഷണം കഴിച്ചാൽ പിന്നെ ഭക്ഷണം കഴിപ്പൊന്നുമില്ല, ഇത് മേക്കപ്പ് ഷൂട്ടിങ് തീരുന്നവരെ ഞാനിത് മുഖത്ത് അങ്ങനെ മുഖം ലൂസാക്കി ഇത് മനസ്സിലൊന്നും തീർത്തിട്ട് എങ്ങനെയെങ്കിലും ഭക്ഷണം കഴിച്ചാൽ മതി എന്നാ. ഇത് രാവിലെ തുടങ്ങുന്നില്ല. ഫിസിക്കലി ഞാൻ ഇതങ്ങ് കുറേ നേരം കഴിയുമ്പോൾ ഇതങ്ങ് ലൂസാവും. ശബ്ദത്തിൽ ഇങ്ങനെ സംസാരിക്കും. അപ്പോൾ പിന്നെ അല്ലെങ്കിൽ ഇങ്ങനെ ഞാൻ സംസാരിക്കും, ഇവിടെയൊക്കെ ചലനം ഉണ്ടാവും. അതുകൊണ്ടാണ് ശബ്ദം അങ്ങനെ ആക്കിയത്. ഇത് രാവിലെ തുടങ്ങുന്നല്ലേ? രാവിലെ 6 മണിക്ക് മേക്കപ്പ് തുടങ്ങി, മിനിമം 3.5 മണിക്കൂർ. ആദ്യം 4 മണിക്കൂറായിരുന്നു. പിന്നെ ഇത് അഴിക്കാൻ രാത്രിയിൽ ഇതേപോലെ ഇത്തവണ അവാർഡ് കിട്ടിയപ്പോൾ ഉർവശി പറയുന്നത് 1 കോടി രൂപ തരാമെന്ന് പറഞ്ഞാലും എനിക്ക് അല്ലല്ല, ഉർവശി ചെയ്യാനിരുന്നു. അതെ, അന്ന് 2 പ്രായം ചെയ്യാം. ഉർവശി ആകുമ്പോഴേ കൊച്ചു ത്രേസ്യമായിട്ട് ചെയ്യാം, മറ്റൊന്നും ചെയ്യാം. ഇത് ഇവര് വന്നപ്പോഴത്തേക്ക് വേറെ ഒരാൾ ചെയ്യേണ്ടി വന്നില്ലേ. അപ്പോൾ ഉർവശിയെ സമീപിച്ചു. അപ്പോൾ ഉർവശി ഇത് തന്നെ പറഞ്ഞത്, മേക്കപ്പിന് ഇത്രയും മാത്രമല്ല നമ്മളെ ഫിസിക്കലി നമ്മൾ അങ്ങനെ ആയാലേ പറ്റുള്ളൂ. ഇപ്പോൾ എൻ്റെ കണ്ണൊക്കെ കൊണ്ടുപോയി ഞാൻ എൻ്റെ പിരിയൊക്കെ വളർത്തി, എൻ്റെ പിരിയം വളരും.
ഞാൻ പിന്നെ ഫുൾ വളർത്തി. എന്നിട്ട് ഇവിടെ Cut ചെയ്തു. പകുതി ഷേവ് ചെയ്തു, അതെ അതാ പറഞ്ഞു. ഇത്രയും അങ്ങ് ഷേവ് ചെയ്തു. എന്നിട്ട് ഇതിങ്ങനെ ഇങ്ങനെ ഇടും. ഇതിനകത്തുള്ള നോട്ടമൊക്കെ വരുമ്പോഴത്തെ അതുകൊണ്ടാണ് പെട്ടെന്ന് ആ ലുക്കും എല്ലാം മാറും. പക്ഷെ നമ്മൾ അതിനുവേണ്ടി ഇരിക്കണം. എനിക്കത് ഇഷ്ടമാണ്. അല്ല, ഞാനത് പറയാൻ അതിനൊരു സുഖമുണ്ട്. നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ട് ആകാശദൂതിൽ മാധവി അവാർഡിനോളം എത്തിയിട്ട് ഓവർ മേക്കപ്പ് എന്ന് പറഞ്ഞിട്ട് ജൂറി തഴഞ്ഞു എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒന്ന് ചോദിച്ചത്. ആ കാലത്തെക്കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ ഇവരൊക്കെ ഈ പറഞ്ഞില്ലേ ജൂറി അവരൊക്കെ തീരുമാനിക്കുന്ന ഓരോരുത്തരുടെ അവരുടെ ഓരോ അറിവുകളാണ്. ഇപ്പം ഞാനൊരു സിനിമ കാണുന്ന പോലെ ആയിരിക്കില്ല ശരത്ത് സിനിമ കാണുന്നത്. ഇപ്പം ഞാൻ ചിലപ്പോൾ സിനിമ കാണുമ്പോഴത്തേക്കും അഭിനയമായിരിക്കും കൂടുതൽ ശ്രദ്ധിക്കുന്നത്. ഇപ്പം വേറെ ആൾ കാണുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ സൈഡായിരിക്കും നോക്കുന്നത്, അല്ലേ? അപ്പം ഓരോരുത്തരുടെയും മാനസികാവസ്ഥ അനുസരിച്ച്. പിന്നെ അന്നത്തെ ദിവസം വീട്ടിൽ ഭാര്യയായിട്ട് വഴക്കുണ്ടാക്കിയിട്ട് വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ സിനിമ ഒന്നും പറ്റില്ല. പിന്നെ അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ സിനിമ ഈ കഥാപാത്രത്തെക്കുറിച്ച് പറയുമ്പോൾ ഇടയിൽ പറഞ്ഞത് കൊട്ടാരക്കരയുടെ അരനാഴിക നേരം പഴയ കാലത്ത് സ്വാധീനിച്ചു, അതുപോലൊരു കഥാപാത്രം വരുന്നു എന്ന് പറയുന്ന ഒരു ഫീല് മറ്റേ അതെ കിഷ്കിന്ധാകാന്ഡം അപ്പോൾ ഉള്ള. പക്ഷെ അതുണ്ടല്ലോ ആ സ്ക്രിപ്റ്റ് ഒരു അപാര സ്ക്രിപ്റ്റാണ്. ശരിക്കും പറഞ്ഞാൽ ആ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് ഞാൻ തന്നെ ഇങ്ങനെ സ്റ്റക്കായിരുന്നു. അപ്പോൾ എനിക്ക് ഇതെങ്ങനെ എന്നുള്ള ഒന്നാമത്തെ കാര്യം ഈ ഡിമെൻഷ്യ എന്ന് പറഞ്ഞ രോഗം ഞാൻ കണ്ടില്ല. അങ്ങനത്തെ അവസ്ഥ കണ്ടു. പിന്നെ അവൻ്റെ മോളോട് ചോദിച്ചു, അവളിപ്പോൾ UK അവളെ വിളിച്ചു ചോദിച്ചു ഇങ്ങനെയാണ്. അപ്പോൾ അവൾ പറഞ്ഞു, അച്ഛാ ഇത് ഒരാൾക്ക് ഡിമെൻഷ്യ എന്ന് പലർക്കും പലതാണ്. ഒരാൾക്ക് വരുന്ന പോലെ ആയിരിക്കില്ല മറ്റൊരാൾക്ക്. അപ്പോൾ അത് പലർക്കും പല അവസ്ഥകളാണ്. അപ്പം ഞാനിത് കൺസീവ് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഡിമെൻഷ്യ എന്ന് പറയുമ്പോൾ ഓരോരുത്തർക്കും ഇപ്പം ഇയാൾക്ക് ഉള്ള പ്രശ്നം എന്താ, ഇയാൾക്ക് മറവി ഉണ്ടെന്നുള്ള കാര്യം ഇയാൾക്ക് അറിയാം. പക്ഷെ എന്നാലും ഇയാൾ ചില കാര്യങ്ങൾ ഓർക്കും. ആ ഓർക്കുന്ന പല കാര്യങ്ങളും മറക്കാൻ ശ്രമിക്കും, സ്വയം അയാൾ ശ്രമിക്കും. അപ്പോൾ ഒരു വാണ്ടറിങ് മൈൻഡായിരിക്കും എപ്പോഴും. ഇതാണ് എനിക്ക് ആദ്യം അതിനെപ്പറ്റി ഇത് കിട്ടിയത്. ഇത് വായിച്ചപ്പോൾ എനിക്ക് തോന്നി ഗംഭീരമായിരിക്കും. ഗംഭീരം എന്ന് വെച്ചാൽ ഞാൻ ഇന്നുവരെ വായിച്ചുള്ള സ്ക്രിപ്റ്റിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ക്രിപ്റ്റ് വായിക്കുമ്പോഴേ ബ്രില്യൻ്റ് ആയ സ്ക്രിപ്റ്റ്. ചില വായിക്കുമ്പോൾ ചിലപ്പോൾ സ്ക്രിപ്റ്റ് അത്ര കാണില്ല, പക്ഷേ എടുത്തു വരുമ്പോഴത്തേക്കും അസാധ്യമായിട്ട് വന്ന സിനിമകളുണ്ട്. പക്ഷേ ഇത് വായിച്ചപ്പോഴേ എൻ്റെ മനസ്സിലൊരു സിനിമയുണ്ടായി. അത് സത്യം പറഞ്ഞാൽ സിനിമ കണ്ടപ്പം പോലും എനിക്ക് അത്ര വലിയ ത്രില്ല് തോന്നിയില്ല. അതുപോലെ ആ കഥാപാത്രം ആകാനായിട്ട് ഇങ്ങനെ അതിൻ്റെ സംഭവം ഒരുപാട് സാധനങ്ങൾ നമ്മൾ കൂട്ടണമല്ലോ, അയാളുടെ സ്വഭാവവും അതൊക്കെ. പക്ഷെ അതിനുവേണ്ടി എനിക്ക് അധികം മെനക്കെടേണ്ടി വന്നില്ല. അതിലെന്താ അങ്ങനെ ചെയ്തു വെച്ച കാര്യം? അതിനകത്ത് സത്യം പറഞ്ഞാൽ അതിനകത്ത് വലിയ കാര്യം ചെയ്തിട്ടില്ല. ഒറ്റ കാര്യമുള്ളൂ, ഇയാൾക്ക് ഈ ഒരു വാണ്ടറിങ് മൈൻഡ് അതാണ്. അപ്പം പിന്നെ ആരും ഫേസ് ചെയ്യില്ല. ഫേസ് ചെയ്ത് ബുദ്ധിമുട്ടാണ് പുള്ളിക്ക്. എന്നുവെച്ചാൽ പുള്ളിയുടെ ഈ പ്രശ്നം ആരെങ്കിലും പിടിക്കുമോ, അതാണ് വിശ്വാസമില്ലാത്തൊരു ബേസിക് ആയിട്ടുള്ള സ്വഭാവം അതാണ്. അപ്പോൾ ഈ സംശയം വരുമ്പം പ്രകടമായി ആദ്യം ആർക്കും തോന്നരുത്, പ്രേക്ഷകന് മനസ്സിലാവരുത്. എന്നാൽ ഇതിനൊരു പിന്നെ കാണുമ്പം എടാ അയാൾ അതാണല്ലോ, അതുകൊണ്ടാണല്ലോ അങ്ങനെ പറഞ്ഞ് തോന്നുക. അതിന് ഞാൻ ചെയ്ത ഒരു മൂവ്മെൻ്റ് ഉണ്ട്. ഇങ്ങനെ ഇത് അച്ഛൻ എഴുതി നാടകമൊക്കെ എഴുതുമ്പോഴേ നാടകമല്ല എന്താ എഴുതിയാൽ ഇങ്ങനെ എഴുതിയിട്ട് ഇടയ്ക്ക് ഇങ്ങനെ പേന ഇവിടെ ഇരിക്കും, ഇങ്ങനെ ആലോചിക്കും. ചിലപ്പോൾ ചെറിയ ചിരിയൊക്കെ വരും. എന്നിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഈ സാധനം ഈ തോട്ട് പ്രോസസ്സിൻ്റെ ഭാഗമാണല്ലോ. ഇതാണ് എനിക്ക് കിട്ടിയൊരു സ്വിച്ച്. അതാണ് എൻ്റെ സ്വിച്ച്. ഞാനല്ല എൻ്റെ ഫേസ് ഇല്ലാതെ ഇങ്ങനെ ക്ലോസ് എടുക്കുമ്പോഴും ഞാനിത് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെ പരിഭ്രമമൊക്കെ ഇല്ല. ബ്രീത്തിങ് മാറി, സ്പീഡാണ് ബ്രീത്തിങ്. അപ്പം ഇതേ ഉള്ളൂ, എൻ്റെ വേറെ സംഭവമൊന്നുമില്ല. ഇത് മാനറിസം എന്ന് പറയാമല്ലോ. അതെ, ഇത് ചെയ്യുമ്പോൾ ഡയറക്ടർക്കടക്കം വേഗത്തിൽ ഇത് അല്ല, ഡയറക്ടറോട് ഞാൻ പറഞ്ഞു, ഞാൻ പണ്ടൊരാളെ കണ്ടേ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ പിടിക്കുന്ന ഒരാളാണ്, മുടി ഇങ്ങനെ പിടിക്കുന്ന. പക്ഷേ ഞാനത് ഇത് കാണിച്ചാൽ പ്രകടമായി പോകും. അപ്പോൾ പ്രകടമാകരുത്. ഇതുപോലെ തന്നെ ഒന്ന് ഇച്ചോയിലും ഉണ്ട്. ഇച്ചോയുടെ ഈ രണ്ടാമത്തെ പ്രായത്തിൽ നമ്മൾ കാണുന്ന അത് വളരെ നാച്ചുറൽ ഫീലോടുകൂടി ഇങ്ങനെ ചിലപ്പോൾ ഫ്രെയിമിലൊക്കെ വളരെ അപ്രസക്തമായിട്ടായിരിക്കും ആ കൈയിരിക്കുന്നത്. ഞാൻ ഒരാളെ കണ്ട അയാളാണ് എനിക്ക് സ്ട്രൈക്ക് ചെയ്തത്. പലരെയും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് പറഞ്ഞ ശേഷം ഞാൻ ഒരാളെ കണ്ടപ്പോൾ അയാൾ ഈ 2 പേരിൽ ഇങ്ങനെ അനങ്ങുന്ന ഒരാളെ കണ്ടു. അയാൾക്ക് ഇത്ര പ്രായമൊന്നുമില്ല, ഒരു 10-50 വയസ്സേ ഉള്ളൂ. ആ ആളിന് വിരലിങ്ങനെ അനങ്ങും. അപ്പം പക്ഷെ ഞാനതിങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് ത്രൂ ഔട്ട് കിട്ടുമെന്ന് തോന്നിയില്ല. എനിക്ക് കോൺഫിഡൻസ് ഇതാകുമ്പോൾ എൻ്റെ ഒരു കോൺഫിഡൻസ് ഉണ്ട് എനിക്ക്. പക്ഷേ ഇതാകുമ്പോൾ വേറെ പ്രശ്നമുണ്ട്, ഈ ബലമുള്ള സ്ഥലത്ത് പിടിച്ചു കഴിഞ്ഞാൽ ഇല്ല, പേപ്പറൊക്കെ എടുത്തു കഴിഞ്ഞാൽ വരും. അപ്പം ചില സാധനം നമ്മളിങ്ങനെ പോയിട്ട് ഇപ്പോൾ എൻ്റെ ടൈം പീസ് എടുക്കുന്നുണ്ട്. അപ്പോൾ ടൈം പീസ് എടുക്കുമ്പോൾ ടൈം പീസ് എടുത്തു കഴിഞ്ഞാൽ ഇല്ല, ടൈം പീസ് വെച്ച് കഴിഞ്ഞാൽ വരണം. അപ്പോൾ അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് ചെയ്യണം. ഇതൊക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ട് അറിയാതെ ചെയ്യുന്ന പോലെ ചെയ്യുന്ന പണിയാണ് ആർട്ടിസ്റ്റിൻ്റെ ഒരു സ്കില്ലെന്ന് പറയുന്നത്.
ഞാൻ മനസ്സിലിങ്ങനെ നടന്നൊന്നിപ്പോൾ ആലോചിച്ചാൽ അറിയോ, നാഷണൽ അവാർഡ് വാങ്ങിക്കാനായിട്ട് പോകുന്നു. അവിടെ ചെല്ലുമ്പോൾ ഷാരൂഖ് ഖാൻ ഉണ്ടാവും. അപ്പോൾ ഷാരൂഖ് ഖാൻ എന്തായാലും എൻ്റെ കൂടെ അവാർഡ് വാങ്ങാൻ വരുന്ന മലയാളത്തിലെ ഈ ആർട്ടിസ്റ്റിനെ ഒന്ന് മനസ്സിലാക്കാമെന്ന് വിചാരിച്ച് ചിലപ്പോൾ പൂക്കാലം കണ്ടിട്ടായിരിക്കും വരുന്നത്. അത് എന്തായിരുന്നു, അപ്പോൾ അവിടെ വെച്ച് കാണുമ്പോൾ ഷാരൂഖ് ഖാൻ നമിച്ചണ്ണ എന്ന് പറഞ്ഞ് തൊഴും. കാരണം വെച്ചാൽ ഷാരൂഖ് ഖാനെ മനസ്സിലാവൂല. ഇല്ല, അല്ല, അതാ പറഞ്ഞേ, അത് അപ്പോഴാണ് അതിൻ്റെ വിജയം ഇരിക്കുന്നത്. ഒരു ആർട്ടിസ്റ്റിൻ്റെ വിജയം അവിടെയാണല്ലോ. കാരണം റിയൽ വിജയരാഘവൻ മുമ്പിൽ നിൽക്കുന്നു. പൂക്കാലം സിനിമയിലെ 100 വയസ്സുകാരനെ കണ്ടിട്ട് വന്ന ഷാരൂഖ് ഖാൻ തൊഴുതു പോകുന്ന ഒരു ആർട്ടിസ്റ്റായിട്ട് നിൽക്കുന്നത്. അതാണ് മലയാളി എന്നുള്ള നിലയിൽ നമ്മുടെ വളരെ സ്വകാര്യമായ ഒരു സന്തോഷം. ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. അല്ലേ, മലയാളി ഞങ്ങളുടെ സ്വകാര്യമായ സന്തോഷമാണ് പറഞ്ഞത്. അങ്ങനെ സന്തോഷിപ്പിക്കുന്നില്ലല്ലേ ഒരു ആർട്ടിസ്റ്റിൻ്റെ വിജയിക്കും. പിന്നെ അല്ല, ഞാൻ പറഞ്ഞു എൻ്റെ ഇപ്പോൾ എനിക്ക് നാഷണൽ അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞാലേ ഞാൻ പലപ്പോഴും മറന്നു പോകും. അപ്പം ഞാൻ നാഷണൽ അവാർഡ് കിട്ടി കേട്ടോ, ഇത് എന്നെ എനിക്കങ്ങനെ ഒരു അതിനേക്കാളൊക്കെ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം അറിയോ, ഞാൻ 44 വർഷമായി സിനിമ മാത്രം. നാടകം അതിന് മുമ്പ് 10ാമത്തെ വയസ്സിൽ നാടകത്തിൽ. അതെ, പിന്നെ അല്ല നാടകം തുടങ്ങിയിട്ട് അച്ഛൻ്റെ കൂടെ കാപ്പാലികയില് ഡ്രൈവറായിട്ടല്ലേ ചുമ്മാ പോയതാ 73-ല്. പിന്നെ ഒരു ബ്രേക്ക്, അങ്ങനെ നോക്കി ബ്രേക്ക് അല്ല, എനിക്ക് സിനിമ താല്പര്യമില്ല. പിന്നെ 83-ലാണ്, പിന്നെ 10 വർഷം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഫുൾ ടൈം. പിന്നെ അത് ശരി. 83 മുതൽ 2025 നമ്മൾ സംസാരിക്കുന്ന ഈ നേരവും കടന്ന് അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അതെ അതെ അതെ. അല്ല അതെ, പക്ഷെ അവിടെ അപ്പോൾ എനിക്ക് എന്താ അറിയോ, ഇത്രയും നാളും എന്നെ ആൾക്കാർ ഇഷ്ടപ്പെട്ടു. പിന്നെ ഇപ്പോഴും ഒരു പുതിയ ആളിനെ കാണുന്ന പോലെ ഇപ്പം എന്നെ കാണുന്നു. അതെ, അതെനിക്ക് ഭയങ്കര സന്തോഷം. പുതിയ തലമുറയിലെ ഡയറക്ടേഴ്സിന്റെ ഫിലിമുകളിൽ വളരെ വളരെ ഒരു റിലവൻറ്റ് പാർട്ടാണ്. അപ്പോൾ അവരൊക്കെ എന്നോട് ക്ലബിലൊക്കെ നമ്മൾ കണ്ടിരുന്നു. ഇതിലെല്ലാം അപ്പോൾ എന്നോട് ഞാൻ അവരോട് വളരെ ഫ്രീ ആയിട്ട് പെരുമാറുമ്പോൾ അവരെന്നോട് ഒരു കൂടുതൽ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് അവരെന്നെ ഒരു ബഹുമാനം സ്വപ്പം കൂടുതലാണോ എന്ന് എനിക്ക് ചിലപ്പോൾ തോന്നും. ഞാനവിടെ ഒക്കെ ആയിട്ട് ഒരു സിഗരറ്റ് തന്നൊക്കെ പറഞ്ഞ് അങ്ങ് കൂടും. അല്ലെങ്കിൽ എനിക്ക് അകന്ന് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഈ പ്രേക്ഷകനും എന്നോടൊപ്പം ഉണ്ടെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. അത് ചുമ്മാ ഭാഗ്യമല്ല, മഹാഭാഗ്യം എന്ന് പറയുന്നത്. പക്ഷേ ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് ഞങ്ങളുടെയൊക്കെ മനസ്സിൽ ഒരു വലിയ ചിന്തയല്ലേ അവാർഡ് പ്രഖ്യാപിച്ച സമയത്ത് ഉർവശി പറഞ്ഞത്. എങ്ങനെയാണ് കുട്ടേട്ടനെ പോലെ ഒരാളുടെ ഈ വലിയൊരു ആക്ടിങ് സ്കില്ലിനെ എങ്ങനെയാണ് ഒരു നിലയിൽ ഇങ്ങനെ കുറച്ച്, ഞാൻ ആ പേര് പോലും പറയാൻ തയ്യാറല്ല. കാരണം ഷാരൂഖിന് മികച്ച നടനായി ജൂറിക്ക് സ്വാഭാവികം തിരഞ്ഞെടുക്കാം. പക്ഷേ ഉർവശി ചോദിച്ചൊരു ചോദ്യം, അത് സ്വയം എങ്ങനെയാണ് എടുക്കുന്നത്? ആ ഉർവശിയുടെ ആ ഒരു ഫീൽ, ആ പറഞ്ഞതിലെ ഒരു വികാരം. ഉർവശി പറഞ്ഞ ഒരു കാര്യം ശരി, പ്രതിഷേധം ഒന്നും എനിക്കില്ല. എന്താ പറയുക, അല്ല, ഉർവശി തോന്നിപ്പിച്ച ഇതിൻ്റെ കാര്യം ഒരു കാര്യം എനിക്ക് എന്താ വെച്ചാൽ, ഒരു കഥാപാത്രം ഇപ്പം നമ്മളിപ്പം നായകൻ എന്ന് പറയും, ചില ഹീറോ എന്ന് പറയും. രണ്ടും രണ്ടാ ശരിക്കും പറഞ്ഞാൽ. നായകൻ എന്ന് പറഞ്ഞാൽ ആദിമധ്യാന്നുള്ള കഥയിലെ കഥ നയിക്കുന്ന ആളാണ്, കഥ കൊണ്ടുപോകുന്ന ആൾ. അത് ചിലപ്പോൾ ഒരു പട്ടിയാവാം. പക്ഷേ ഹീറോ എന്ന് പറഞ്ഞാൽ പ്രതിബന്ധങ്ങളെ തരണം ചെയ്ത് അതിജീവിച്ച് മുന്നേറുന്നവനാണ് ഹീറോ. ഇവിടെ രണ്ടും കൂടെ ക്ലബ് ചെയ്യാൻ പറയുന്നത്. പക്ഷേ ഈ സിനിമയിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ അതെ ഹീറോയാണ്, ഇച്ചോയുടെ ക്യാരക്ടറാണ്. അതെ, പക്ഷേ ഈ പരിഗണിക്കും പല പരിഗണനകൾ കാണും. നമുക്കിപ്പം ഉദാഹരണം പറഞ്ഞു, എനിക്കൊരു ഇപ്പോൾ ഒരു അവാർഡുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ സ്റ്റേറ്റ് അവാർഡ് അങ്ങനെയാണ്, ക്യാരക്ടർ ആക്ടർ, സ്വഭാവ നടൻ. ഞാൻ ചോദിക്കട്ടെ, ഈ ബാക്കിയുള്ളവരും ചെയ്യുന്ന ആക്ടറല്ലേ? അഭിനയം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ചെറിയ ഡെഫിനിഷൻ പറഞ്ഞാൽ ഒരു നടനിൽ കൂടി കഥാപാത്രത്തെ സൃഷ്ടിക്കുന്ന പ്രക്രിയയാണ് അഭിനയം, അല്ലേ? അതെ, ഒരു നടനിൽ കൂടി കഥാപാത്രത്തെ സൃഷ്ടിക്കുന്ന, അതാണ് നമ്മൾ കാണുന്നത്. അത് എല്ലാ നടന്മാരും അതല്ലേ ചെയ്യുന്നത്. പിന്നെ ഇയാൾ മാത്രം ഇങ്ങനെ ക്യാരക്ടർ അതിൽ തന്നെ ഏറ്റവും മികവോടെ നിൽക്കുന്ന ഒരാൾ. എന്നാൽ ഞാൻ പറയാം, 3 നല്ല നടന്മാർ അല്ല എന്ന് പറഞ്ഞാൽ പോലെ. ഇതിനകത്ത് ഇങ്ങനെ ഒരു കോമഡി നടൻ, പിന്നെ വില്ലൻ നടൻ എന്നൊന്നും പറയേണ്ട കാര്യമില്ല. ഞാൻ എൻ്റെ വ്യക്തിപരമായ കാര്യം വെച്ചാൽ, ഞാൻ ഒരു വില്ലൻ റോൾ ചെയ്താൽ ഞാനത് വില്ലനായിട്ട് ശരി വില്ലനാണ് ഞാൻ. അങ്ങനെയല്ല, ഞാൻ അയാൾ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്? അയാൾ ഒരു പെൺകുട്ടിയെ ഇത് ചെയ്യുന്നു, റേപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ അയാൾ ഒരാളെ കൊല്ലുന്നു. അയാൾ എന്തിനാണ് കൊല്ലുന്നത്? അയാൾക്ക് അയാളുടേതായ ശരികളുണ്ട്. അങ്ങനെ ആ മനുഷ്യനെ എങ്ങനെയായിരിക്കും അങ്ങനെ ചെയ്യുന്നത്? അപ്പോൾ അയാളുടെ മാനസികാവസ്ഥ എനിക്ക് ഉണ്ടായിട്ടാണ്, മനസ്സുകൊണ്ട് അഭിനയിക്കുന്നത്, അല്ലാതെ മുഖം കൊണ്ടല്ല. ഉർവശി പറഞ്ഞതുപോലത്തെ അഭിപ്രായം പങ്കുവെച്ച ഒരുപാട് ആളുകൾ ആ കാലത്ത് ആ ദിവസങ്ങളിൽ പറയുന്നുണ്ട്. അഭിപ്രായം ആർക്കും പറയാമല്ലോ. പിന്നെ നമുക്കിങ്ങനെ ഒരു അവാർഡ് തന്നു, ഞാനിപ്പം അവാർഡ് നിഷേധിക്കാനോ അവാർഡ് ഇതിനെപ്പറ്റി പുറകെ പോകാനോ ഒന്നും ഉള്ള ആളല്ല. അതിങ്ങനെ വന്നുകൊണ്ടി. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഞാൻ മുമ്പ് പറഞ്ഞു പ്രേക്ഷക വർഷം. പിന്നെ ഞാനിപ്പോൾ ഇത്രയും വർഷമായപ്പോഴല്ലേ അവാർഡ് പറഞ്ഞ് കിട്ടുന്നത്. അങ്ങനെയുണ്ട്. പക്ഷേ ഇപ്പോൾ അവാർഡ് കിട്ടിയതുകൊണ്ട് ഞാനിപ്പോൾ ഒരു മഹാനടനായെന്നോ അപ്പോൾ ഇന്നലെ വരെ കിട്ടാത്തതുകൊണ്ട് ഞാൻ മോശം നടനാണെന്നോ ഞാൻ വിശ്വസിക്കുന്നില്ല. എനിക്ക് ആസ് ആൻ ആക്ടർ ഞാൻ ഭയങ്കര കോൺഫിഡൻ്റാണ്. പക്ഷേ എല്ലാ റോളും നല്ല കേട്ടോ, എനിക്ക് പറ്റാത്ത ഒരുപാട് റോളുകളുണ്ട്. ഇപ്പം എന്നോട് പറയാം മരം ചുറ്റി പ്രേമം അല്ല, അതൊന്നും എനിക്ക് പറ്റുന്ന കാര്യമല്ല.
ഡാൻസ്. എന്നിട്ടും കുട്ടേട്ടനെ കൊണ്ട് ഒരുപാട് സിനിമകളിൽ പാടി അഭിനയിപ്പിച്ചിട്ടുണ്ടല്ലോ. അങ്ങനത്തെ ഈ പാടി അഭിനയിക്കാൻ തയ്യാറാകാതെ ഒഴിയാൻ ഒരുപാട് ശ്രമിച്ചു കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ ഒരുപാട് ഞാൻ കഴിയുന്നത് ഒഴിയും. പിന്നെ ചിലർ പിടിച്ചിങ്ങനെ ജോലിയുടെ ഭാഗമല്ലെന്ന് ചെയ്യില്ലേ, തൊട്ടും മനസ്സിൽ പിടിച്ചിട്ടല്ല ചെയ്യുന്നതെന്ന്. പിന്നെ പക്ഷെ അത് പിന്നീട് വളരെ സന്തോഷം തോന്നി, പിന്നീട് സ്ക്രീനിൽ കണ്ടപ്പോൾ തോന്നിയ അനുഭവം? എനിക്ക് അത്ര സന്തോഷം തോന്നിയിട്ടില്ല. അല്ല, ഓരോരുത്തരും എനിക്കത് പറ്റില്ല. ഓക്കെ. അപ്പോൾ അതാ ഞാൻ പറഞ്ഞു, എനിക്ക് ചെയ്യാവുന്നതിനെ പറ്റി ഞാൻ കോൺഫിഡൻ്റ് ആണ്. അതുകൊണ്ടാണ്. അല്ലാതെ എനിക്ക് പറ്റാത്ത ഒരു സാധനം വെറുതെ പറ്റുമെന്ന് പറഞ്ഞ കാര്യമുണ്ടോ? അല്ലേ? അതെ. അപ്പം ലിമിറ്റേഷൻ ഉണ്ട് എല്ലാവർക്കും, എല്ലാ നടന്മാർക്കും ലിമിറ്റേഷൻ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ്. എനിക്കും ഉണ്ട് ആ ലിമിറ്റേഷൻ. ആ ലിമിറ്റേഷനെ കുറിച്ച് നല്ല ബോധ്യത്തോടെയാണ്. 100%. അപ്പോൾ ഈ വേണ്ട എന്ന് വെച്ച കഥാപാത്രങ്ങളും ഇപ്പോൾ ഒരുപാടുണ്ടാവില്ലേ? പ്രൊഫഷൻ്റെ ഭാഗമായിട്ട്. പിന്നെ ചിലപ്പോൾ ചില കഥാപാത്രം നമ്മുടെ സുഹൃത്തായിരിക്കും, ചേട്ടാ ഞാൻ മറ്റേതും ചെയ്തത് അത് തന്നെയാണ്, ഇതൊന്നും ചെയ്യാം, നമ്മുടെ ചേട്ടൻ ചെയ്താൽ നമ്മുടെ പടത്തിന് ഗുണമുണ്ട് എന്ന് പറയുന്ന കഥാപാത്രമുണ്ട്, അപ്പോൾ നമ്മൾ ചെയ്യും. കുട്ടേട്ടാ, നമ്മളിങ്ങനെ നടന്നു വന്ന് പറഞ്ഞ് അവസാനിപ്പിച്ച് വെച്ചത് ഈ ഇപ്പോഴത്തെ ഈ ദേശീയ അവാർഡിനെ കുറിച്ചാണ്. ദേശീയ അവാർഡിൻ്റെ ഒരു സാഹചര്യം. ഇപ്പോൾ അവാർഡ് മേടിക്കാൻ പോകുമ്പോൾ ഉർവശി കൂടിയുണ്ട്, മലയാളത്തിൻ്റെ അഭിമാനമായി, അല്ലെങ്കിൽ ഒരു അഭിമാനകരമായൊരു അഭിനേത്രി എന്ന നിലയിൽ അതൊരു വലിയ സന്തോഷം തരുന്ന കാര്യമല്ലേ? പിന്നെ അല്ല, അതുപോലെ സന്തോഷം തരുന്ന കാര്യമാണ്. ഇപ്പം എനിക്ക് അവാർഡ് കിട്ടിയപ്പോഴാണ് ഞാൻ ആലോചിച്ചു, നെടുമുടി വേണുവിന് അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു മിന്നാമിനിങ്ങിൻ്റെ നുറുങ്ങുവെട്ടം എന്ന് പറയുന്ന ആ ഭരതേട്ടൻ്റെ ചിത്രം ഞാൻ മലയാളം അവസാന റൗണ്ടിൽ വരെ ഉണ്ടായിരുന്നു. ഞാൻ മലയാളത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നടന്മാരിൽ ഒരാൾ നെടുമുടി വേണുവാണ്. ഗോപിച്ചേട്ടൻ, തിലകൻ ചേട്ടന് ഇല്ല, കിട്ടിയിട്ടില്ല. നാഷണൽ അവാർഡില്ല, കിട്ടിയിട്ടില്ല. അയ്യോ, അല്ല, ഇതാ പറഞ്ഞാൽ അതൊരു ഭാഗ്യം ആണ്. ഇത് അങ്ങനെ അവസരത്തിൽ നമ്മുടെ പടം കൃത്യമായിട്ട് വരുന്നു, അത് സ്ക്രീൻ ചെയ്യാൻ സൗകര്യം ഉണ്ടാകുന്നു, അവർക്ക് ഇഷ്ടപ്പെടുന്നു. ഈ 5-10 പേര് കൂടി തീരുമാനിക്കുന്നതാണല്ലോ, അതൊരു ഭാഗ്യത്തിൻ്റെ വശമാണ്. അപ്പോൾ നിങ്ങളാണ് ഇത്തവണ മലയാളത്തെ പ്രതിനിധീകരിക്കുന്ന ആളുകളായി ദേശീയ തലത്തിൽ വരിക എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ച് ഒരുപാട് നിങ്ങളുടെ കഥാപാത്രങ്ങളിലൂടെ കിട്ടിയിട്ടുള്ളൊരു വലിയൊരു അടുപ്പമുണ്ടല്ലോ. അതെ, അതുണ്ട്. അതുകൊണ്ട് കൂടിയൊക്കെ ആവണം. അങ്ങനെ തോന്നിയപ്പോൾ ഉർവശി വെട്ടിത്തുറന്നങ്ങ് പറയുകയായിരുന്നു. ഉർവശി, പക്ഷേ വേറൊന്നുണ്ട്, ഈ മീഡിയാസ് ചിലർ പറഞ്ഞു ഉർവശി അവാർഡ് നിഷേധിക്കുന്നു എന്നൊക്കെ, അങ്ങനെ അവൾ പറഞ്ഞിട്ടേ ഇല്ല. വളരെ സെൻസിബിളായ ക്രിറ്റിസിസം ആണ്. അത്രേ ഉള്ളൂ. അല്ല, ഒന്നുകൂടി പറഞ്ഞു കേട്ടോ, സുരേഷ് ഗോപി അവിടെ ഉണ്ടല്ലോ, സുരേഷ് ഗോപി പോയി കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി പറയട്ടെ എന്ന് അതിനിടയിലൊരു വളരെ കുറിക്കൊള്ളുന്ന വിമർശനം ഉന്നയിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ ആ രീതിയിലാണ് ഓരോ കാര്യങ്ങളും ഉർവശി ഇതേ നിഷേധിക്കുന്നൊന്നും പറഞ്ഞിട്ടില്ല. അല്ല, നിഷേധിച്ചിട്ടില്ല. അല്ല, ആരോ അതിനകത്ത് പറഞ്ഞു. അതെ. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഈ അവാർഡുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ ഈ ഇച്ചോയുടെ കഥാപാത്രം, അതുപോലെ ഒസ്യത്തിലെ കഥാപാത്രം, 80-കാരനും 100-കാരനും അതേ നിലയിൽ നിന്ന് ദേശീയ അവാർഡ് നേടിയ ആളാണ് നമ്മുടെ മുരളി. നെയ്ത്തുകാരൻ എന്ന് പറഞ്ഞ സിനിമ, അത് ഞാനത് പെട്ടെന്ന് സാന്ദർഭ്യമായി ഓർത്തൊരു കാര്യമാണ്. അതൊരു നല്ല സിനിമയായിരുന്നു. ആ മുരളി ഗംഭീര ആക്ടറായിരുന്നു. ഞാൻ പറഞ്ഞു അദ്ദേഹം അങ്ങനെ മലയാളത്തിൽ വേറൊരു കാര്യമാണ്, നമ്മൾ വേറെ അന്യഭാഷയിലൊക്കെ അഭിനയിക്കാൻ ചെല്ലുമ്പോഴാണ് അറിയുന്നത് ഇവിടെ ഉള്ളവരെ പറ്റി ഭയങ്കര അഭിപ്രായം. ഇവിടുന്ന് സാധാരണ ഇപ്പം രജനിയുടെ പടത്തിലും അങ്ങനെയുള്ള പുറത്തെ അല്ല, ഒരുപാട് ആർട്ടിസ്റ്റിനെ ജോജു വരുന്നുണ്ട്. ഇപ്പം ജോജു ഏതോ പടത്തിൽ അഭിനയിക്കുന്നു, ഒരുപാട് പേരുണ്ട് മലയാളത്തിൽ. കമലഹാസനോ പോയിരുന്നു. ആരൊക്കെയോ ഈ പറഞ്ഞ പോലെ വലിയ വലിയ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്, വലിയ വലിയ ഡയറക്ടേഴ്സിൻ്റെ പടങ്ങളിൽ അഭിനയിക്കുന്നു. അതൊരു ഭാഗ്യം. നമ്മുടെ ആർട്ടിസ്റ്റുകൾക്ക് വലിയ വാല്യൂ കിട്ടുന്നുണ്ട്. പിന്നെ മഞ്ജു വാര്യർ അഭിനയിച്ചു കഴിഞ്ഞപ്പോൾ രജനീകാന്ത് മഞ്ജു വാര്യരെ കുറിച്ച് പറഞ്ഞിരുന്നു, വിനായകനെ കുറിച്ച് പറഞ്ഞു, സൗബിനിപ്പോൾ. അതെ, അതെ, നല്ല പേര് പറയിപ്പിക്കാനുള്ള നടന്മാരുണ്ട്. ഞാൻ ഒരു പഴയ കാര്യം ചോദിച്ചോട്ടെ, ഇപ്പം മമ്മൂക്കയുടെ കൂടെ ന്യൂഡൽഹിയിൽ മമ്മൂക്കയുടെ സുഹൃത്തായിട്ട് അഭിനയിച്ചു, പക്ഷെ ആ പടത്തിൻ്റെ എല്ലാ റിമേക്കിലും ഉണ്ടായിരുന്നു. ഹിന്ദിയിലടക്കം വിജയനാക്കും നമ്മളധികം ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നൊരു കാര്യമാണ്. ഹിന്ദിയിലും ആണല്ലേ, കന്നഡ, തെലുങ്ക്, ഹിന്ദി, ഈ 4 ഭാഷ. അപ്പോൾ എന്താ വെച്ചാൽ അതെങ്ങനെ സംഭവിച്ചു? ഞങ്ങളുടെ ഗ്രൂപ്പില്ലേ, ഞാൻ, സിദ്ദിഖ്, സുരേഷ് ഗോപി, ഉർവശി, സുമലത, ഇവരെല്ലാം ഉണ്ട്. അപ്പോൾ കുറേ പോർഷൻ ഷൂട്ട് ചെയ്യണ്ട, ആ സിറ്റീസ് എന്താണെന്ന് വെച്ചാൽ അതെടുക്കാം. അപ്പോൾ അവർക്ക് നല്ല ലാഭകരമായിരുന്നു. പിന്നെ ജിതേന്ദ്ര ആണ്, മറ്റേ കൃഷ്ണരാജു, ഹിന്ദിയിൽ ചെന്നപ്പോൾ ജിതേന്ദ്ര, മറ്റേ കൃഷ്ണരാജു, മറ്റേ അംബരീഷ് കന്നഡത്തിൽ. അപ്പോൾ അവർ ആ പോർഷൻ മാത്രം ഷൂട്ട് ചെയ്താൽ മതി, അവരും ഞങ്ങളും തമ്മിലുള്ള പോർഷൻ മാത്രം എടുത്താൽ മതി. പക്ഷേ അവിടെയൊക്കെ എവിടെയാണ് മമ്മൂട്ടി തന്നെയാണ്. അത് മറ്റു ഭാഷക്കാരെ മോശക്കാരായിട്ട് പറയുകയല്ല, ബെസ്റ്റ് ആക്ടറാണ്.
ഞാനും മമ്മൂട്ടിയുടെ ഒരുപാട് പടങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. ഇന്ന് മാത്രമല്ല, വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ആസ് ആൻ ആക്ടർ, സ്റ്റാർഡമല്ല. മമ്മൂട്ടി ഒരു ആക്ടർ എന്നുള്ള രീതിയിലാണ് ഇപ്പം മനുഷ്യൻ്റെ മനസ്സിലുള്ളത്. ഈ സ്റ്റാർഡവും ഇതും വ്യത്യാസമുണ്ടല്ലോ. ഇപ്പം പല സ്റ്റാറുകളും പേര് നമുക്കറിയാം, അത്ര വലിയ ഒരു ആക്ടിങ് കപ്പാസിറ്റി ഉള്ള അല്ലാത്ത ആൾക്കാർ ഇന്ത്യൻ സിനിമകളിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അവർ വലിയ ആക്ടേഴ്സല്ല, സ്റ്റാറാണ്. അത് സ്റ്റാർ എന്നൊരു പ്രോഡക്റ്റാണ്, അത് വിൽപ്പന ചരക്കാണ്. അപ്പോൾ ആ സാധനത്തിന് ഇന്ന വില കിട്ടും, അങ്ങനെയുണ്ടല്ലോ. പക്ഷെ നമ്മുടെ മലയാളത്തിൽ അതല്ല. മലയാളത്തിൽ മിക്കവാറും സ്റ്റാർ എന്ന് പറയുന്നവരൊക്കെ ആർട്ടിസ്റ്റാണ്. ഇത് രണ്ടും കൂടെ നല്ല കോമ്പിനേഷൻ ഇവിടെ കിട്ടാറുണ്ട്. നല്ല നടന്മാരാണ് ഇവിടെ ഉള്ളത്, അതാണ് കാര്യം. അത് എല്ലാവരും പറയുന്ന കാര്യമാണ്. ഈ മമ്മൂട്ടിയുമായിട്ടുള്ള സിനിമകളും കഥാപാത്രങ്ങളും ചെയ്യുമ്പോൾ ഉള്ളിൽ പ്രത്യേകം എടുത്ത് പറഞ്ഞോണ്ടേ ചോദിച്ചാൽ അങ്ങനത്തെ ഒരു നല്ല മെമ്മറബിൾ ആയിട്ടുള്ള ഒരു സൗഹൃദത്തിൻ്റെ ആണോ? സൗഹൃദത്തിൻ്റെ, തീർച്ചയായിട്ടും. അത് മമ്മൂട്ടിയുണ്ട്, അവൻ നെടുമുടി വേണു, അദ്ദേഹം, പിന്നെ തിലകൻ ചേട്ടൻ, ഇവരോടൊക്കെ ഉണ്ട്. നമുക്ക് അങ്ങനെയുള്ളവരുടെ കൂടെ ഒന്ന് അഭിനയിക്കുമ്പോൾ ഒരു എൻസംബിൾ ആക്ടിങ് എന്ന് പറയുന്നത് ഒരു കൊടുക്കൽ വാങ്ങലുണ്ടാവും അതിനകത്ത്. നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ച് അപ്പോൾ ഒരു പെരുമാറലാകും. ഒരു ജോലിയല്ലാതെ നമ്മൾ വളരെ കുറച്ചും കൂടെ എന്താ പറയുക, നമുക്കൊരു മനസ്സിനെ അറിയാവുന്ന ആൾക്കാർ, പിന്നെ ഞാനിങ്ങനെ ചെയ്യാം, നിങ്ങളിങ്ങനെ ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ടേ പരസ്പരം നമുക്ക് കൺവേ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ പറയുന്നത് എത്തും. ചിലപ്പോൾ ചില ആൾക്കാർക്ക് നമ്മൾ പറഞ്ഞാൽ മനസ്സിലാകില്ല. അപ്പോൾ അതൊരു വലിയ സന്തോഷമുള്ള നിമിഷങ്ങളാണ് അതൊക്കെ. അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാൻ മോഹൻലാലിനെ കുറിച്ച് കൂടി ചോദിക്കും. ഒരുപാട് ഇപ്പോൾ കുട്ടേട്ടൻ്റെ കരിയർ എടുത്താൽ പല സ്റ്റേജസ് ഉണ്ട്. ഒരുപാട് പടങ്ങളിൽ വില്ലനായി വന്നിട്ടുണ്ട്, ക്യാരക്ടർ റോളുകൾ ചെയ്തിട്ടുണ്ട്, നായകനായി വന്നു. മോഹൻലാലുമായിട്ട് അഭിനയിച്ച സിനിമകൾ അല്ലെങ്കിൽ ലാലിലെ ആക്ടറിനെ ഇപ്പോൾ മമ്മൂട്ടിയുടെ കാര്യം പറഞ്ഞ പോലെ ഒബ്സർവ് ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ്? ലാൽ വളരെ സ്പോണ്ടേനിറ്റി ഉള്ളൊരു ആക്ടറാണ്. ലാൽ ഒരു അനായാസമായി, ലളിതമായിട്ടെന്നൊക്കെ പറയില്ലേ, അനായാസമായിട്ട് അഭിനയം ഒരു ഭാരമല്ല ലാലിന്. അതാണ് ലാലിനെ പറ്റി എനിക്ക് തോന്നുന്നത്. അതങ്ങ് സംഭവിക്കുന്നതാണ് ലാലിൽ. പണ്ട് കാലത്ത് ഫിലിം റോൾ ചെയ്യുന്ന ഒരു കാലത്ത് ഒരുപാട് റിഹേഴ്സൽ എടുത്തിട്ടല്ലേ ചെയ്യുന്നത്? പിന്നെ ആ കാലത്ത് അടക്കം കണ്ടിട്ടുള്ള മോഹൻലാലിനെ, മമ്മൂട്ടിയെ അല്ല, അവർ അന്നും അതെ ഇന്നും അതെ. ഇപ്പം മമ്മൂട്ടിക്കൊക്കെ ഒരു പുതിയ ആക്ടർ വരികയാണെങ്കിൽ മമ്മൂട്ടി ഭയങ്കര ഇവൻ നമ്മളെ വെട്ടുമോ അല്ല, ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും പിന്നെ അതുണ്ട്, എപ്പോഴും നന്നാകണം, പിന്നെ അതിനെക്കൂടെ നന്നാകണം, അതിനേക്കാളും നന്നാകണം. ഇപ്പം ചിലപ്പം പറയും ഞാൻ അന്നെടുത്താൽ ശരിയായില്ല എന്ന് പറയുന്ന ഒരാളാണ് ഇപ്പം. മമ്മൂസിൻ്റെ പഴയ പടങ്ങളെ പറ്റി ചോദിക്കുമ്പോൾ അത് സ്വയം വിമർശനമുള്ള ആൾക്കേ പറയാൻ പറ്റുമോ, അല്ലെങ്കിൽ എൻ്റെ അതും ഉദാഹരണം ഇപ്പോഴും പറയും. അതല്ല, ചിലത് അതങ്ങനെ ആയിരുന്നില്ല. ഞാനങ്ങനെ എനിക്ക് പടം കണ്ട് പഴയ പടങ്ങൾ ചിലപ്പോൾ കാണുമ്പോൾ ഞാനങ്ങ് ഓഫ് ചെയ്യും. എനിക്ക് തോന്നുന്നത് അത് ശരിയായില്ല അങ്ങനെ തോന്നും. ആ സ്വയം വിമർശനമാണ് നമ്മളെ. അല്ലാതെ ഇപ്പം ഞാൻ ചോദിക്കട്ടെ, നമ്മൾ സിനിമയിൽ അഭിനയിച്ചിട്ട് ആരെങ്കിലും നമ്മൾ മോശമെന്ന് പറയുമോ? അഥവാ മോശമായിട്ടാണ് ഇപ്പോൾ മുഖത്ത് നോക്കി ആരും പറയില്ല. പ്രത്യേകിച്ച് സിനിമയിൽ എല്ലാം അയ്യോ സാറ് ഗംഭീരം അങ്ങനെ പറയുള്ളൂ എല്ലാവരും. പക്ഷേ സ്വയം തിരിച്ചറിയാൻ കഴിയണം. അല്ല, ഒരു നടന് വേണ്ട പ്രധാനപ്പെട്ട കാര്യം നടൻ്റെ ക്യാൻവാസ് നടൻ തന്നെയാണ്. അതിൻ്റെ സൃഷ്ടിയും സൃഷ്ടാവും നടൻ തന്നെയാണ് അല്ലേ? നടനിൽ കൂടെയാണ് സൃഷ്ടിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വിമർശകൻ നടൻ തന്നെയാണ്. നമ്മൾ ഓരോ നിമിഷവും അഭിനയിക്കുമ്പോൾ അത്രയും വേണോ, ഇത്രയും വേണോ, അത് വേണ്ട, ഈ നോട്ടം പതുക്കെ നോക്കിയാൽ മതിയോ, പെട്ടെന്ന് നോക്കണം, ഇങ്ങനെയുള്ള നമ്മൾ തന്നെ തിരുത്തലുകളുണ്ട്. ആ വിമർശകൻ നമ്മുടെ കൂടെയുണ്ട്. ആ വിമർശകൻ ഒരു ആക്ടറിലുണ്ടെങ്കിൽ മാത്രമേ ആക്ടറാകാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മൾ ഈ അടുത്ത കാലത്ത് പുതിയ ആക്ടേഴ്സിനെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ മുമ്പ് ഈ കഥാപാത്രങ്ങളെക്കുറിച്ച് പറഞ്ഞ പോലെ തന്നെ ഇപ്പം കുട്ടേട്ടൻ്റെ കഥാപാത്രങ്ങൾ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട കാലം എന്ന് പറഞ്ഞ പോലെ ഒരു പുതിയ ആക്ടർ എന്നുള്ള നിലയിൽ ഇപ്പോൾ പ്രകാശ് വർമ്മ തുടരും കഴിഞ്ഞപ്പോൾ വലിയ ചർച്ചയായോ? നിങ്ങളൊക്കെ ചെയ്യുന്ന ആ ഒരു വില്ലൻ ക്യാരക്ടറിൽ ഒരു ഡിഫറെൻറ്റ് ജോണറിൽ പോകാനൊരു ശ്രമം നടത്തിയിട്ടുണ്ട്. അദ്ദേഹം ഈ പറഞ്ഞ പോലെ ഒരു ഭാരമില്ലാതെ പുള്ളി വളരെ ഈസിയായിട്ട് ചെയ്തിട്ടുണ്ട്. അയാൾ നല്ല നടനുണ്ട്, അതുകൊണ്ടാണ് പറ്റുന്നത്. വോയിസ് മോഡുലേഷനിലും ഒക്കെ പിന്നെ പുള്ളി പണ്ട് പോലെ ആഗ്രഹം ഉണ്ടായിരുന്നിരിക്കണം. ഞാൻ ഒരിക്കൽ പരിചയപ്പെട്ടു പണ്ട് കുറേ എനിക്ക് അമൽ നീരദിൻ്റെ പടത്തിലാണ് മറ്റേ ഞാൻ അഭിനയിക്കുമ്പോൾ അന്ന് പുള്ളി അമലിൻ്റെ ഫ്രണ്ടാണ് തോന്നുന്നു. അങ്ങനെ ഞാൻ കാണുന്നത്. ഞാൻ അന്ന് പരിചയപ്പെട്ട, പിന്നെ കണ്ടില്ല കേട്ടോ. അല്ല, ഞാനത് പറയാനൊരു കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇപ്പം ഭരതൻ അടക്കമുള്ള അക്കാലത്തെ വേഴ്സറ്റൈൽ ഡയറക്ടേഴ്സിനോട് റോള് ചോദിച്ചു, കിട്ടിയില്ല. പക്ഷേ കുട്ടേട്ടൻ ഈ പറഞ്ഞതുപോലെ ഭരതേട്ടൻ അടക്കമുള്ള ആളുകളുടെ സിനിമകളിൽ അഭിനയിച്ചിട്ടില്ലാത്ത ഒരാളെന്നുള്ളത് അതൊരു ഉള്ളിലത്തെ ഒരു ആഗ്രഹവും. പിന്നെ ഞാൻ സിനിമയിൽ വരുമ്പോൾ ആഗ്രഹിച്ചിട്ടുള്ള ഭരതേട്ടൻ്റെ കൂടെ ജോർജ് സാറ്, കെ ജി ജോർജ് എന്ന് വെച്ചാൽ മലയാള സിനിമയുടെ തലവര മാറ്റിയവരിൽപ്പെട്ട ആൾക്കാരാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ ഈ ന്യൂജൻ എന്ന് പറയുന്നതിനേക്കാട്ടിലും ന്യൂജനായിട്ട് തോന്നിയ ആ കാലഘട്ടമാണ് 70s 70s. അടൂർ ഗോപാലകൃഷ്ണൻ, ജോൺ എബ്രഹാം, പിന്നെ ഭരതൻ, പത്മരാജൻ, മോഹൻ, അരവിന്ദൻ, അങ്ങനെ ഒരുപാട് പേര് നടിനടന്മാരോ, ഗോപിച്ചേട്ടന്, നെടുമുടി വേണു, ഈ തിലകൻ ചേട്ടനൊക്കെ, ഈ പറഞ്ഞ നമ്മുടെ ശ്രീനിവാസൻ,
എല്ലാവരും ആ സമയത്താണ് സിനിമയുടെ ഭാഷ ഉണ്ടായി. അത് മാത്രമല്ല, അതിന് മുമ്പ് ഈ പറഞ്ഞ 180 ഡിഗ്രിയിലേ എടുക്കുകയുള്ളൂ. ഒരു വശത്ത് വെച്ചാൽ ഇവിടുന്ന് മാത്രമേ എടുക്കുകയുള്ളൂ, ഇവിടെ ക്യാമറ വെക്കില്ലായിരുന്നു. അത് 360 ഒക്കെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയത് സത്യം ഇവരുടെ കാലത്ത്. പി എൻ മേനോനാണ് ശരിക്കും അങ്ങനെ ഒരു വിപ്ലവകരമായ മാറ്റം ഉണ്ടാക്കിയത്. മറ്റേ സ്റ്റുഡിയോയിൽ നിന്ന് ഫ്ലോറിൽ നിന്ന് പുറത്തോട്ട് കൊണ്ടുവന്ന് അങ്ങനെ അതാണ് ശരിക്കും പറഞ്ഞൊരു മാറ്റം ഉണ്ടായത്. പിന്നെ ഇപ്പോൾ ഉണ്ടായ മാറ്റം എന്ന് പറഞ്ഞാൽ ക്യാമറ, അപ്പോൾ ഈ ടെക്നോളജി ഭയങ്കര കുറച്ചും കൂടി ഈസിയായി. ഒരുപാട് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ സിനിമ ചെയ്യാം, കുറച്ചുകൂടി ഈസിയായി. അപ്പം അല്ലാത്ത കാലത്ത് ഈ പറഞ്ഞ മോണിറ്റർ ഇല്ലാത്ത കാലത്ത് ഡയറക്ടർമാർ ക്യാമറ എടുത്തു നിന്നു, സ്റ്റാർട്ട് ക്യാമറ, എന്നിട്ട് അഭിനയം കണ്ട് ശരിയായില്ല, ഒന്നുകൂടെ ഇത് ഇങ്ങനെ കണ്ട് അതെങ്ങനെയായിരിക്കും തിയേറ്ററിൽ കാണുന്നതെന്നുള്ളത് ഇവർ അതേസമയം കണ്ടു. ജഡ്ജ്മെന്റ് വേണം. ഈ ജഡ്ജ്മെന്റ് ഈ ക്യാമറാമാൻ ഈ സാധനത്തിനകത്തോട് നോക്ക്, ഇത്രേ ഉള്ളൂ. അന്ന് ഈ മോണിറ്ററും ഇല്ല, ഇതില്ല, ചെറിയ സ്ക്രീൻ വെക്കില്ല, ഇപ്പം അതുമില്ല, ഇതിനകത്തോട് നോക്കി ഡയറക്ടർ വന്നിട്ട് അതിനകത്താണ് നോക്കുന്നത്. അതായത് വളരെ ഓർഗാനിക്കായി ഒരു സീനിൽ പെർഫോം ചെയ്യുന്നത് അങ്ങനെ നോക്കിക്കണ്ടിട്ട് ഓക്കെ, അപ്പം അത്രയും വേണ്ട, റിവൈൻഡ് ചെയ്ത് കാണാൻ സ്കോപ്പില്ല. വേറെ ഒന്നുണ്ട്, നമ്മൾ ഇപ്പം ഡയറക്റ്റ് കാണുന്ന ഒരു വികാരമല്ല ശരിക്കും സ്ക്രീനിൽ വരുമ്പോൾ. ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ അഭിനയിക്കുമ്പോൾ ഇപ്പോൾ ഭയങ്കര ചിലപ്പം ഒരു ഞാൻ ചാക്കോച്ചനൊക്കെ അഭിനയിക്കുന്നപ്പോഴാണ്, അപ്പം ഞാൻ ഇങ്ങനെ മോൻ കുഴപ്പക്കാരനാണെന്ന് മനസ്സിലാകുമ്പോൾ ഇയാൾ എൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ എടുത്ത് കത്തിച്ച് കളഞ്ഞിട്ട് ഇയാൾ കരഞ്ഞ് പുറത്തിട്ടാണ് കത്തി പെട്ടെന്ന് മുഖത്തോട്ട് കയറിയിട്ട് കോറിഡോറിൽ കൂടെ നടന്നു വന്നിട്ട് ആരുമില്ല, ഇയാളുടെ മുറിയുടെ ഭാഗത്ത് കരഞ്ഞു പോകും. ഒരു പ്രായമുള്ള 10-60 പെൻഷനായിട്ടുള്ള ഒരാളാണ്, കരഞ്ഞിട്ട് ആൾ ആ കർട്ടനെ പിടിച്ചോണ്ട് അവിടെ ഇരിക്കും. ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഗംഭീരമാണെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് തന്നെ കണ്ടപ്പോൾ തോന്നി സ്വപ്പം ഓവറാണോ എന്ന് തോന്നി. ഇപ്പം ചേട്ടാ വേണ്ട കുഴപ്പമില്ല ചേട്ടാ, എനിക്ക് തോന്നി ശകലം കൂടുതലല്ലേ. ഞാൻ ഡബ് ചെയ്യാൻ ചെന്നപ്പോൾ എനിക്ക് തോന്നി ശകലം കൂടുതലാണ്. പക്ഷെ അപ്പം ഞാൻ എന്ത് ചെയ്തു, ഡബ്ബിങ്ങിൽ കുറച്ചു. ആ ശബ്ദമുള്ള കരച്ചത് അത് കട്ട് ചെയ്തപ്പം വളരെ നാച്ചുറലായി. അപ്പോൾ ഈ ക്യാമറ ഇല്ല, ഈ മോണിറ്റർ ഇല്ലാത്ത കാലത്ത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെ അയാൾ അതിനെപ്പറ്റി ആലോചിക്കും. നിങ്ങളുടെയൊക്കെ ഒരു അഭിനയത്തിൻ്റെ ഒരു കംപ്ലീഷൻ എന്ന് പറയുന്നത് ഡബ്ബിങ്ങിൽ കൂടെ കഴിയും. പിന്നെ എനിക്കത് എനിക്കൊന്ന് മമ്മൂക്കയായാലും കുട്ടേട്ടനായാലും ഒക്കെ അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എനിക്കൊന്നും. പക്ഷേ മോഹൻലാലിൻ്റെ അഭിനയത്തിൻ്റെ ഒരു പാറ്റേൺ ഷൂട്ടിങ്ങിൽ തന്നെ ഏതാണ്ട് അവിടെ തന്നെ ലാലിൻ്റെ ഡയലക്ടിക്സ് ഇല്ലേ, സംസാര രീതി, സ്റ്റൈലൊക്കെ അത് ലാലിൻ്റെ മാത്രമാണ്. അങ്ങനെ മലയാള ഭാഷ വേറെ ആൾ പറഞ്ഞാൽ ചിലപ്പോൾ അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുകയില്ല. ലാൽ അങ്ങനെ പറഞ്ഞ് പോകുമ്പം ലാലിൻ്റെ മാനറിസവും ആ സംഭാഷണം എല്ലാം കൂടെ അങ്ങ് ബ്ലെൻഡായിട്ടിരിക്കുക, അതുകൊണ്ട് ആക്സെപ്റ്റ്. അതേപോലെ നിങ്ങൾക്ക് ഡബിംഗ് ടേബിളിൽ കുറച്ചുകൂടി സിനിമ ക്യാരക്ടേഴ്സിനെ ഞാൻ ഒരുപാട് കുക്ക് ചെയ്യാൻ പറ്റും, ഒരുപാട് ഡൗൺ ആക്കാം അല്ലേ, ഒരുപാട് ഞാൻ ചെയ്യും. എനിക്ക് ഈ പറഞ്ഞ ഇപ്പോഴത്തെ ഉണ്ടല്ലോ ഈ അന്നേരം എടുക്കും ഈ പറഞ്ഞ പൂക്കാലത്തിലോ അല്ല, ഇപ്പം സിനിമകളിൽ പലപ്പോഴും സ്പോട്ട് ഡബിങ് ആണല്ലോ. അതെ, അവിടെ തന്നെ അന്നേരം തന്നെ ക്യാമറ സൗണ്ട് സിസ്റ്റം ഉണ്ടാക്കിയിട്ട് എനിക്കത് അത്ര ഇതല്ല. എന്നെ ചെയ്തിട്ടുണ്ട്, ഞാൻ 3-4 പടം ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് അതിനേക്കാളും പ്രത്യേകിച്ച് നാടകം ചെയ്ത ആളുകളെ സംബന്ധിച്ച് സ്പോട്ട് ഡബിങ് പ്രശ്നം ഉണ്ടാവേണ്ട കാര്യം പ്രശ്നമുണ്ടല്ലോ. അല്ല, ഞാൻ പറഞ്ഞ അതിനകത്ത് എല്ലാവരും അങ്ങനെ ആയിരിക്കണം, എല്ലാ നടന്മാരും അങ്ങനെ. ഇപ്പോൾ അതിൻ്റെ കൂടെ ഒരു കൊച്ചു ഇങ്ങനെ ചതുരപടി വർത്താനം, ഞാനവിടെ പോയിട്ട് അയാളെ കണ്ടിട്ടില്ല വന്നില്ല. പക്ഷെ ആ ക്യാരക്ടർ അത് മതിയായിരിക്കും, അത് ഒരാൾ കൊണ്ട് ഡബ് ചെയ്യുമ്പോൾ ശരിയായിരിക്കും. പക്ഷെ ആ ആൾ നമ്മുടെ കൂടെ നിന്ന് ആ സീനിലുള്ള ഒരാളാണ്, അയാളുടെ അരോചകമായിട്ടുള്ള ഈ സംസാര രീതി എന്നെ ബാധിക്കും. അത് തന്നെ ബാധിക്കേണ്ട കാര്യമില്ല, താൻ തൻ്റെ കാര്യം നോക്കിയാൽ പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതല്ല. അഭിനയത്തിൻ്റെ കാര്യത്തിൽ എല്ലാവരും കൂടെ ഉണ്ടെങ്കിൽ അവിടെ സംഭവിക്കുന്ന ഒരു കാര്യമായിരിക്കണം. അല്ലാതെ അത് മാത്രം പിന്നെ അത് ഡബ് ചെയ്തോളാം, അപ്പം നമ്മുടെ ഡബ് ചെയ്യുന്നില്ല അത് മാത്രം ഡബ് ചെയ്യാമെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു സുഖം നഷ്ടപ്പെടും. അല്ലെങ്കിൽ എല്ലാ ആർട്ടിസ്റ്റും ആയിരിക്കും, അങ്ങനത്തെ ആർട്ടിസ്റ്റ് ആയിരിക്കണം കൂടെ നിൽക്കുന്നത്. അങ്ങനെ സ്പോട്ട് ഡബിൽ നല്ല മോഡുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഇപ്പം ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ട് എൻ്റെ സംസാരം കഴിഞ്ഞിട്ട് സംസാരിക്കാൻ നിൽക്കുക, നിങ്ങൾ അറിയാൻ മേലാത്തതാണ് ഇടയ്ക്ക് കയറി സംസാരിക്കുക. അപ്പോൾ അതൊക്കെ കൃത്യമായ ഞാൻ എൻ്റെ ഈ നോഡിങ് കഴിഞ്ഞിട്ട് നിങ്ങൾ അടുത്ത് പറയാവുള്ളൂ, അതറിയാൻ മേലാത്തതാണ് കയറി പറയും. അപ്പോൾ എൻ്റെ അഭിനയത്തിനെ ബാധിക്കും. അത് നമ്മൾ ഈ സംസാരിക്കുന്ന പോലെ തന്നെ കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ കുട്ടേട്ടാ അതിൽ അങ്ങനത്തെ സ്പോട്ട് ഡബിൽ മൊത്തത്തിൽ അത് പറഞ്ഞെങ്കിലും ഇഷ്ടപ്പെട്ടു തോന്നി. ഈ കാലത്ത് ഒരു റെഗുലറായി സംഭവിക്കുന്നുണ്ടല്ലോ, കുട്ടേട്ടന് നല്ല സ്ട്രൈക്കിംഗ് ആയി തോന്നി, നന്നായിട്ട് മനസ്സിലാക്കുന്ന അങ്ങനെ സ്പോട്ട് ഡബ് ചെയ്ത ഒരു നല്ല സീനുണ്ടോ? ഞാൻ കാർബൺ എന്ന സിനിമ ചെയ്തു, കാർബൺ അത് സ്പോട്ട് ഡബിങ് ആയിരുന്നു. പിന്നെ ഞാനും ബിജു മേനോനും കൂടി ഒരു പടം ചെയ്തു, അതും സ്പോട്ട് ഡബിങ് ആയിരുന്നു. അതും കുഴപ്പമില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് മനസ്സിലായി, എനിക്ക് കുറച്ചും കൂടെ കംഫർട്ടബിൾ എനിക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം പ്രത്യേകിച്ച് ക്യാരക്ടർ റോളുകൾ ചെയ്യില്ലേ, ഇപ്പം ഈ അപ്പൂപ്പൻ്റെ ക്യാരക്ടറില്ലേ, ഞാൻ 14 ദിവസം എടുത്ത് ഡബ് ചെയ്യാൻ. എന്നുവെച്ചാൽ ആ ശബ്ദം ഇങ്ങനെ ഈ ശബ്ദം ഇതിൻ്റെ വേരിയേഷൻസ് ഒക്കെ പതുക്കെ പറയണം,
അത്ര ശബ്ദത്തിൽ പറയണം. ഇത് പറയുമ്പോൾ എൻ്റെ തൊണ്ട പോവും. അപ്പോൾ അത് അന്നേരം എടുത്തു കഴിഞ്ഞാൽ പറ്റില്ല. അപ്പോൾ അന്നേരം എനിക്ക് എന്തെല്ലാം കാര്യങ്ങൾ നോക്കണം. ഈ കൈയുടെ കാര്യം നോക്കണം, നടക്കണം, കഥവ് തുറക്കണം, കഥ അടയ്ക്കണം, പിന്നെ ഈ നോട്ടം 100 കാര്യങ്ങളാണ് ഞാൻ ആലോചിക്കുകയും ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ അന്നേരം സൗണ്ട് എനിക്ക് കുഴപ്പമില്ല. സൗണ്ട് അങ്ങനെ ഇത് ബാക്കി മെയിൻറ്റെയിൻ ചെയ്താൽ മതി. ശബ്ദം ഞാൻ പിന്നെ ചെയ്തോളാം. അപ്പോൾ എന്നെപ്പറ്റി അത് ബാധകമല്ല, എന്നെ ബാധിക്കുന്ന. മറ്റേത് ഡബിങ് കൂടെയാണ്. ഞാൻ ഡയലോഗ് ഓർത്തിരിക്കണം, ഡയലോഗ് തെറ്റാൻ പാടില്ല. അപ്പോൾ എനിക്ക് എക്സ്പ്രഷൻ വിട്ടുപോകും. അല്ല, ഞാൻ കോൺഷ്യസ് ആവും. നമ്മുടെ ശ്രദ്ധ മുഴുവൻ ഡയലോഗിലാവും. ഞാനിപ്പോൾ ഇപ്പോഴും എനിക്കൊരു പ്രശ്നമുണ്ട്. ഞാൻ ഡയലോഗ് ഫുൾ പഠിച്ചിട്ട് ഞാനങ്ങ് മറക്കും. എന്നിട്ട് എനിക്ക് പ്രോംപ്റ്റ് ചെയ്യണം. അപ്പോൾ എനിക്കറിയാം, മാറ്റർ അറിയുമ്പോൾ ഒന്ന് തോണ്ടിത്തരണം എനിക്ക്. അപ്പം അല്ലെങ്കിൽ എനിക്കുള്ള പ്രശ്നം വെച്ചാൽ അതാണ് എൻ്റെ പ്രശ്നം. ഞാൻ പറയും, അപ്പം ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ ഒരു 1/2 പേജ്. അപ്പോൾ നമ്മളാ ബുക്കിൽ എഴുതി വെച്ച പാരഗ്രാഫിൻ്റെ ലൈന്, ആദ്യത്തെ ലൈൻ, ഇതൊക്കെയാണ് ഓർക്കുന്നത്. പിന്നെ ഓർക്കുമ്പോൾ എൻ്റെ എൻ്റെ അറിയാതെ എൻ്റെ ഒരു വേറെ സംഭവം. നമ്മളിപ്പോൾ ഒരാൾ ഒന്ന് ആലോചിച്ച് പറയുമ്പോൾ നമ്മൾ പഴയ കാര്യമാണെന്ന് വെച്ചോ, പഴയ കാര്യമാണ് നമ്മുടെ വലതുവശത്തായി എന്നെ സംബന്ധിച്ച് പണ്ട് കോളേജ് പഠിച്ച ഇങ്ങനെ നോട്ടമാണ് പോകുന്നത്. നമ്മൾ പുതിയ കാര്യത്തെപ്പറ്റി ചിന്തിക്കുകയാണല്ലേ, നമ്മുടെ ഇടതുവശം ഒരു കഥയോ കഥാപാത്രം ഇങ്ങനെ കഥയൊക്കെ ചിന്തിക്കണമെങ്കിൽ നമ്മുടെ ഇടത്തോട്ടായിരിക്കും, ഇങ്ങനൊരു ഇടത്തേക്ക്. അതുകൊണ്ടാണ് നമുക്ക് ഈ ചില ആൾക്കാർ പഴയ കാര്യങ്ങൾ ഓർത്തേ ഇങ്ങനെ നോക്കിയാൽ ബോറായിട്ടാ. എന്തുകൊണ്ട് അതൊരു ഇൻകോൺഗ്രിവിറ്റിയാണ്. അത് പ്രേക്ഷകന് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവില്ല, പക്ഷേ തെറ്റാണെന്ന് മനസ്സിലാവും. കാരണം ഏതാ, നമ്മുടെ ഈ കണ്ണിൻ്റെ ഒരു ചെറിയ മൂവ്മെൻറ്റ് പോലും ഈ പറഞ്ഞ ഇതിലെല്ലാം ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഒരു ഡയലോഗ് പോലും ഇല്ലാതെ ഈ എക്സ്പ്രഷൻസ് കറക്റ്റ് ആയാൽ പ്രേക്ഷകൻ അപ്പം കിട്ടും. പിന്നെ മാറിപ്പോയാൽ തീർന്നു. അല്ല, എന്തോ കുഴപ്പം തോന്നി കാര്യം മനസ്സിലായി. അപ്പം ഞാൻ പറഞ്ഞ ഇതാണ്, നമ്മൾ പഴയ കാര്യം ചിന്തിക്കുമ്പോൾ വലത്തോടും പുതിയ കാര്യങ്ങൾ ഇങ്ങോട്ടുമായിരിക്കും. ചിലപ്പോൾ അല്ലാത്തവരുണ്ടാകാം, ചിലപ്പോൾ ഓപ്പോസിറ്റുള്ള ഇടത് കൈ വശമുള്ളവരില്ലേ, ഇടം കൈയന്മാരില്ലേ, അങ്ങനെ അവർക്ക് വ്യത്യാസം കാണും. അതിപ്പോൾ അങ്ങനെ ഭംഗിയിൽ ചെയ്യാൻ പറ്റും. അങ്ങനെ കുട്ടേട്ടൻ ഇപ്പം മുമ്പ് നമ്മൾ പറഞ്ഞ ഏറ്റവും പ്രിയങ്കരായ ഡയറക്ടേഴ്സിനെ കുറിച്ച് പറഞ്ഞു. അക്കാലത്ത് അവരുടെയൊക്കെ സിനിമ കാണുമ്പോൾ ചെയ്യാത്തതിൻ്റെ കഥാപാത്രം ചെയ്യാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട്, ഏതെങ്കിലുമൊക്കെ കഥാപാത്രം കണ്ടപ്പോൾ ഉള്ളിലേക്ക് എടുത്തിട്ട് ഇതെനിക്ക് ചെയ്യണമായിരുന്നു എന്ന് തോന്നുന്ന തരത്തിൽ സ്വയം ആഗ്രഹം തോന്നിയ കഥാപാത്രം. ഇപ്പോൾ കിരീടത്തിലെ ക്യാരക്ടറില്ലേ, മോഹൻലാൽ ചെയ്തത്, ആ ക്യാരക്ടറൊക്കെ ഒരു നടൻ ചെയ്തു കഴിഞ്ഞാൽ അത് സ്റ്റാറാണ്. ആ ക്യാരക്ടർ അങ്ങനെയാണ്. അതൊരു അത്യാവശ്യം ഒരു അറിയാവുന്ന ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ അത് അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇപ്പം ഞാൻ പടം ചെയ്യാൻ പോകുന്നത് ആശ എന്ന് പറഞ്ഞ പടം ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഉർവശി ചെയ്യാനിരിക്കുന്ന ക്യാരക്ടർ സ്ത്രീ കഥാപാത്രം. സത്യം ഞാൻ ആ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ എനിക്ക് അഭിനയിക്കാൻ പറ്റില്ല. എന്നുവെച്ചാൽ സ്ത്രീയാണ്. സ്ത്രീ ചെയ്താലേ ആ കഥാപാത്രം ആവുള്ളൂ. ഒരു പുരുഷന് പറ്റുന്ന കഥാപാത്രം അല്ലത്. പക്ഷേ എനിക്കത് കേട്ടോ ഭയങ്കര ഇഷ്ടം തോന്നി. അങ്ങനെ ചില ക്യാരക്ടേഴ്സ് ഉണ്ട്, നമ്മൾ ചെയ്യേണ്ടതല്ല എങ്കിൽ ഞാനത് പഴയ കാലത്തെ സിനിമകളിൽ അങ്ങനെ ഇഷ്ടം തോന്നിയ കഥാപാത്രം അല്ല. അതെനിക്ക് കുഞ്ഞോനാച്ചൻ എനിക്ക് ഇഷ്ടം തോന്നിയ കാര്യം. അതെ, അരനാഴിക. ഈ കാലത്തും റിയലിസ്റ്റിക് ആയിട്ടുള്ള സിനിമകളുടെ ഒരു പുതിയ വരവില്ലേ ഇപ്പോഴത്തെ? അതെങ്ങനെയാണത്? അവരുമൊക്കെ അവരുടെ കഥാപാത്രങ്ങൾ ഈ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ വിജയരാഘവൻ എന്ന കുട്ടേട്ടനെ വിളിക്കാറുണ്ട്. അവർക്ക് വളരെ പ്രാധാന്യമുള്ള ഒരാളല്ല. ഞാൻ വിളിക്കുന്നത്, ഞാൻ അതൊക്കെ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ചെയ്യുന്ന ആ ഒരു കാറ്റഗറിയിലാണ് എന്നെ പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ വരുന്ന പിള്ളേരൊക്കെ അവർ സാധാരണ ഞാനങ്ങനെ ഇഫ് മെത്തേഡാണ്. ഇഫ് ഐ ആം ഇൻ ദാറ്റ് പൊസിഷൻ, അല്ലെ ഇഫ് ഐ ആം ഇൻ ദാറ്റ് സിറ്റുവേഷൻ, അങ്ങനെ ആണ് അവരുടെ കഥാപാത്രങ്ങളെ പറ്റി ചിന്തിക്കുന്നത്. ഞാനങ്ങനെയല്ല. അയാൾ അങ്ങനെയാണ്. അയാൾ എങ്ങനെയുള്ള ആളാണ്, അയാളെങ്ങനെ ഇരിക്കും, അതുപോലെ ആവണമെന്നാണ് ഞാൻ കഥാപാത്രത്തെ സമീപിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം ഞാൻ കോമഡി കഥാപാത്രം, ഞാൻ കോമഡിയൊന്നും ചെയ്യുന്നില്ല. ഞാനത് കോമഡി ക്യാരക്ടറായിട്ടേ മനസ്സിൽ കാണാറില്ല. അയാളങ്ങനെ. അപ്പം ശിപ്പായിലകളിലൊരു വുമണൈസറായിരുന്നു, ഒരാളൊരു ചെറിയ പഞ്ചാരയാണ്, വലിയ പൈസക്കാരനൊക്കെ. പക്ഷേ സ്ത്രീകൾ പുള്ളിക്ക് വീക്ക്നെസ്സാണ്. ഇത് എൻ്റെ മനസ്സിൽ ആ മാനസികാവസ്ഥ നമ്മൾ ഉണ്ടാക്കുക. നമ്മളത് വളരെ കാര്യമായി സീരിയസ് ആയിട്ട് തന്നെ ചെയ്യുന്നത്. പ്രേക്ഷകനത് തമാശ തോന്നുന്നു. ഈ ശൈലി ശ്രീനിവാസന്റെ കഥാപാത്രം, ശ്രീനിവാസൻ വളരെ സീരിയസ് ആയി തമാശ ചെയ്യുന്ന പോലെ തോന്നുന്നു. പക്ഷെ നമുക്ക് വല്ലാതെ ചിരി വരും. ശ്രീനിയൊരു എക്സാജറേഷൻ അത് കൊടുക്കും. ഇത് ശിപ്പായിലകളെ പറഞ്ഞ വളരെ നോട്ടബിൾ ആയിട്ടുള്ള അങ്ങനത്തെ കാരണം. അവനിപ്പം മേലെപ്പറമ്പിലാണ് ഒരു തടിയൊക്കെ ഉണ്ട്, പക്ഷെ കല്യാണം കഴിക്കണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ അച്ഛൻ സമ്മതിക്കില്ല. പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ. അങ്ങനെയുള്ളൊരു ക്യാരക്ടറാണ് അയാൾ. ഒട്ടും പ്രതീക്ഷിക്കാതെ വിജയരാഘവനെ പോലെ ഒരു ആർട്ടിസ്റ്റിൽ നിന്ന് കാണാത്തൊരു കഥാപാത്രമായിരുന്നു ആ കാലത്തല്ലേ അത്. അതെ. അതുപോലെ ഈ ചേരാടിക്കറിയ അങ്ങനെയാണ്.
ഒരിക്കലും ആൾക്കാർ പ്രതീക്ഷിക്കുന്നില്ല ഈ ഒരു പ്രായത്തിൽ. അന്നത്തെ ഞാനിപ്പോൾ കോളേജിലും ആ കോളേജ് പയ്യനായിട്ടൊക്കെ അഭിനയിക്കുന്ന സമയം. അല്ല, ഞാൻ പറഞ്ഞത് കേട്ടിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ചേറാടിക്കറിയ എന്ന ആ കഥാപാത്രം വിജയരാഘവൻ കുട്ടേട്ടൻ ചോദിച്ചു, ഇത് മതി, ഇത് ഞാൻ ചെയ്യാം എന്ന് പറയുന്നൊരു നിലയിൽ ചോദിച്ചു വാങ്ങിയതാണെന്ന് കേൾക്കുന്നത്. അത് ഞാൻ പലപ്പോഴും പറഞ്ഞത്. രഞ്ജിത്ത് പണിക്കർ എനിക്ക് വേണ്ടി അന്ന് എഴുതി വെച്ചത് പോലീസ് ഓഫീസർ. അപ്പം എല്ലാ പടങ്ങളും ഞാൻ ഉണ്ടാകും. അപ്പം ഈ പടത്തിൽ എന്താടും അപ്പം നമുക്ക് അങ്ങനെ ഞാൻ ചോദിക്കുന്ന ഒരാൾ രഞ്ജിയാണ്. രഞ്ജി എനിക്ക് സിനിമയ്ക്ക് മുമ്പുള്ള പരിചയമാണ്. അയാൾ പോലീസ് ഓഫീസറാണ്. ഞാനില്ല പോലീസ് ഓഫീസർ. അങ്ങനെയാണ്. അപ്പോൾ ഒരു വയസ്സമ്മേഷം അപ്പോൾ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. ഇതിനകത്ത് എനിക്ക് വേറൊരു വലിയ സംഭവം ഉണ്ടായി. ഞാൻ ഈ ചേറാടിക്കറിയായിട്ട് അഭിനയിക്കാൻ വേണ്ടിയിട്ട് അന്ന് ട്രിവാൻഡ്രം ക്ലബ്ബിൽ ഏതോ ഒരു സീനുണ്ട്. അപ്പം ഞാൻ ഇതൊക്കെ വേഷമൊക്കെ കെട്ടി മീശൊക്കെ വെച്ച് ഫുൾ മേക്കപ്പൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ പുറത്ത് നിൽക്കുക. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് കോട്ടയത്തുള്ളതാണ്. പുള്ളി പോലീസ് ഓഫീസർ. അന്ന് പുള്ളി DYSP ആയിട്ട് ട്രിവാൻഡ്രത്താണ്. വേണു എന്നാണ് വേണുഗോപാൽ. ഇപ്പോൾ പുള്ളി റിട്ടയറായി. SP ആയിട്ട് റിട്ടയർ ചെയ്തതാണ്. അപ്പോൾ ഇവനവിടെ. അപ്പോൾ ഞാൻ എടാപോടാന്ന് വിളിക്കുന്ന സുഹൃത്താണ്. ഇദ്ദേഹം അവിടെ നിൽക്കുമ്പോൾ എനിക്ക് ഇവനാന്ന് മനസ്സിലായി. ഞാൻ ഈ ചേറാടിക്കരയെ പോലെ മുണ്ടൊക്കെ ഇങ്ങനെ എന്നിട്ട് പുറത്തിട്ട് ഒറ്റ അടി കൊടുത്തു. ഇവൻ തിരിഞ്ഞു നോക്കിയിട്ട് ഇവൻ്റെ മുഖം താൻ ആരാടോ എന്നുള്ള ലൈൻ. അപ്പം ഞാൻ ചിരിച്ചു പോയി. അപ്പോഴേ പുള്ളിക്ക് മനസ്സിലായത്. പെട്ടെന്ന് എന്നെ കണ്ടിട്ട് മനസ്സിലായില്ല. അതെനിക്ക് ഭയങ്കര ഒരു ഇൻസ്പിറേഷനായി. ഞാനത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇത് ആൾക്കാർ എടുക്കും. എനിക്കത് അന്നത്തെ കാലത്ത് പേടിയുണ്ട്. ഇപ്പോഴെനിക്ക് ഏത് കഥാപാത്രം എടുത്താലും എനിക്ക് ധൈര്യമായിട്ട് ചെയ്യാം. എന്താ അറിയോ, ആൾക്കാരെ കൊണ്ട് വിശ്വസിപ്പിക്കാമെന്നുള്ള അവസ്ഥ പ്രേക്ഷകരിലുണ്ട്. അയാൾ ഇതൊക്കെ ചെയ്യും, ക്യാരക്ടർ സേഫ് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പോൾ ഏത് രൂപത്തിൽ കണ്ടാലും. പണ്ടതില്ലല്ലോ. അതില്ലാത്ത കാലത്ത് എനിക്ക് സംശയമുണ്ട്, എന്നെ എങ്ങനെ വിശ്വസിക്കുമോ. അതിനുവേണ്ടിയാണ് ഈ നമ്മൾ ഇങ്ങനെ ചെറിയൊരു ഓവർഡൂ ഉണ്ട് അതിനകത്ത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഞാൻ ചേറാടിക്കര ചെയ്യാൻ അങ്ങനെ ആയിരിക്കില്ല ചെയ്യുന്നത്. നല്ല ചേഞ്ച് ഉണ്ടാവും അല്ലേ? അത് അല്ല, അന്നത്തെ അത് ഒരു ആൾക്കാരിലേക്ക് അടിച്ചേൽപ്പിക്കണം. അത് അന്നത്തെ ഒരു ആക്ടിങ് പാറ്റേണും ഏതാണ്ട് അങ്ങനെ തന്നെയാണ്. അതല്ല, അതിൻ്റെ അന്നത്തെ എൻ്റെ അവസ്ഥ ഞാൻ പറയുന്നത്. അന്ന് അതിനകത്ത് ഇപ്പം ഉദാഹരണം പറഞ്ഞ പ്രതാപചന്ദ്രനാണ് ഒക്കെ അഭിനയിച്ചു കഴിഞ്ഞാൽ പ്രതാപചന്ദ്രൻ വെറുതെ സംഭവം പറഞ്ഞാൽ അതാവും. ഞാനെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കോളേജ് പയ്യനായിട്ട് അഭിനയിക്കുന്നത് എന്നെ കണ്ടാൽ ഒരിക്കലും വിജയരാഘവൻ എന്നുള്ള ഓർമ്മ ഉണ്ടാവരുത്. അതിനു വേണ്ടിയിട്ട് ഞാൻ സ്വല്പം ഒരു പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഈ നാടകത്തിൻ്റെ ഒരു ബലമുണ്ട് അതിലല്ലേ? എൻ്റെ അഭിനയത്തിൻ്റെ എല്ലാ പിൻബലവും നാടകമാണ്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ക്യാരക്ടേഴ്സൊക്കെ ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ്. വളരെ വ്യത്യസ്തമായ ക്യാരക്ടേഴ്സ് നമുക്ക് അഭിനയിക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ പലരും ചെയ്യുന്ന കാണുന്നുണ്ട്. അത് ഈ ഒരു കഥാപാത്രത്തെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തന്മയത്വത്തോടെ വളർത്തിയെടുക്കാൻ സ്പോട്ടിൽ അതിനനുസരിച്ച് ഇമ്പ്രൂവൈസ് ചെയ്യാനൊക്കെ പറ്റുന്നത് ഈ സ്റ്റേജിലെ ഒരു കോൺഫിഡൻസ് 100%. സ്റ്റേജിൽ ഈ പറഞ്ഞ നമ്മൾ റിഹേഴ്സൽ ചെയ്തിട്ട് 10-30 ചെയ്ത ഒരു സ്റ്റേജിലെ കളി ആയിരിക്കില്ല നാളെ. അല്ല ഓഡിയൻസ് മാറും. ഓഡിയൻസിൻ്റെ അനുസരിച്ച് അതല്ല, തിയേറ്ററിനെ പറ്റി അച്ഛൻ്റെ ഒരു ഇതുണ്ട്. നിൽക്കാനൊരു തറ, പിന്നിലൊരു മറ, എൻ്റെ ഉള്ളിലൊരു നാടകം, എൻ്റെ മുന്നിൽ നിങ്ങളില്ലാതെ നാടകം ഇല്ലെന്നാണ്. അതെ, അച്ഛൻ പറഞ്ഞ നാടകം എന്ന് പറയുന്നത് നടിക്കപ്പെടേണ്ടതാണ്. നടിക്കപ്പെടേണ്ടതിനാണ് നാടകം എന്ന് പറയുക. മറ്റേത് അല്ലാതെ ചില നാടകങ്ങൾ പഠിക്കപ്പെടുന്ന നാടകമുണ്ട്. അത് വായിക്കാൻ കൊള്ളാം, പക്ഷെ അത് രംഗത്ത് അവതരിപ്പിക്കാൻ പറ്റില്ല. ആ പ്രേക്ഷകരിലേക്ക് എത്തുമ്പോൾ പ്രേക്ഷകൻ്റെ ഒരു സംവേദനക്ഷമത ഉണ്ടല്ലോ, അതും നമ്മളും തമ്മിലുള്ളൊരു സർക്കിളുണ്ടാകും. അതിൽ നിന്നൊരു രസമുണ്ടാകും. ആ രസത്തിൽ ആണ് നടൻ മാറ്റം വരുന്നത്. അതാണ് പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ കോട്ടയത്ത് കളിക്കുന്ന നാടകമായിരിക്കില്ല കോഴിക്കോട് കളിക്കുന്ന നാടകമായിരിക്കില്ല കണ്ണൂർ. പ്രേക്ഷകൻ നാടകം ഒന്നായിരിക്കും, പക്ഷെ പ്രേക്ഷകൻ്റെ ഒരു നാടക സമീപനം വ്യത്യസ്തമാണ്. അപ്പോൾ ആ ഒരു നാടകാനുഭവത്തെ വളരെ സിനിമാറ്റിക് ആക്കി മാറ്റാൻ പറ്റിയിട്ടുണ്ട് ഇത്തരം കഥാപാത്രം. ഡെഫിനറ്റ്ലി. അല്ല, നാടകവും സിനിമയും ആക്ടിങ് രണ്ട് തന്നെയാണ്. അതെ, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അതാണ് പറഞ്ഞത്. അതിൻ്റെ നാടകം എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരു 3 റോയ്ക്ക് അപ്പുറം നമ്മുടെ എക്സ്പ്രഷൻ ഒന്നും കാണില്ല. 90% ശബ്ദ നിയന്ത്രണം കൊണ്ടാണ് നാടകത്തിൽ. പിന്നെ നമ്മുടെ കഥാപാത്രങ്ങളെ വിശ്വസിപ്പിക്കുന്ന ശബ്ദ നിയന്ത്രണം കൊണ്ടാണ്. സിനിമയിലതല്ല. സിനിമയിലെല്ലാം ശബ്ദമുണ്ട്, കാലം എല്ലാം ഉണ്ടല്ലോ അതിനകത്ത്. അപ്പം അതിനകത്ത് പിന്നെ അവർക്ക് അതിന് അഡീഷണലായിട്ടൊന്നും വേണ്ട. നീ ഒന്നും പറയണ്ടാവേ, നമ്മൾ കണ്ടോളാമെന്നും പറഞ്ഞിട്ടാണ് നാടകം കാണാനിരിക്കുന്നവരെ. അല്ല, സിനിമ കാണാൻ ഞങ്ങൾ കണ്ടോളാം, താനൊന്നും പറയണ്ട. ശരിക്കും സിനിമ വിഷ്വലാണ്. അതിനകത്ത് ഭാഷ വളരെ കുറച്ച് മതി. പണ്ടത്തെ സിനിമകളിൽ ഒരുപാട് ഭാഷയാണ് ഉപയോഗിക്കുന്നത്. നാടകത്തിൻ്റെ സ്വാധീനമുണ്ട്. കഥാപാത്രങ്ങൾ അത് പറഞ്ഞു, വളരെ സെൻറ്റിമെൻറ്റ്സ് ഉള്ള കാര്യങ്ങൾ പറയുന്നു. അങ്ങനെ പറച്ചിൽ കൂടുതലായി. ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അതിൽ തന്നെയും സിനിമയുടെ ഒരു അഭിനയ ശൈലിയിൽ പുതിയ കാലത്ത് ഒരുപാട് മാറ്റം വന്നിട്ടില്ലേ? ഇപ്പോൾ ഒരു 40-50 വർഷത്തെ ഒരു അനുഭവത്തിൽ നിന്ന് നോക്കിയാൽ 74 തുടങ്ങി 83 മുതൽ തുടർച്ചയായി അഭിനയിക്കുന്നു. പക്ഷേ ഇപ്പോൾ ഈ കാലത്ത്
പുതിയ തലമുറകൾ സിനിമയിലെ അഭിനയത്തെ എടുക്കുന്നത്, അല്ലെങ്കിൽ പുതിയ ആർട്ടിസ്റ്റുകൾ സിനിമ അഭിനയത്തെ സ്വീകരിക്കുന്ന രീതി കുറച്ച് മാറിയിട്ടില്ലേ? അത് വളരെ സ്വാഭാവികമായിട്ട് ഉള്ള അഭിനയ ശൈലിയാണ് ഇപ്പോഴത്തെ കുട്ടികളൊക്കെ തുടരുന്നത്. പക്ഷെ അത് വളരെ നല്ലതാണ്. പക്ഷെ അത് അവരായിട്ട് ചെയ്യുന്ന കഥാപാത്രങ്ങളാണത്. അവർ മറ്റൊരു കഥാപാത്രമാകുന്ന ഒരു പ്രക്രിയയില്ലേ, അതിലേക്ക് എത്തണം. ഇല്ലെങ്കിൽ ഇതെല്ലാം ഏതാണ്ടല്ലോ ഒരുപോലെ 10 സിനിമയിൽ അഭിനയിച്ച 10 സിനിമ ഒരുപോലെ ഇരിക്കല്ലേ. അതുകൊണ്ടാണ് ഞാൻ പണ്ട് ഹീറോ ആയിട്ടിരുന്ന സമയത്ത് ഞാൻ ഈ പരിപാടി വേണ്ടാന്ന് മനസ്സിലായി. അത് ഹീറോ കളി എന്നുവെച്ചാൽ അവൻ്റെ വിജയം, അവൻ്റെ വിജയത്തിന് പിന്നിൽ നിൽക്കുന്ന ഘടകങ്ങളായിരിക്കും. അപ്പോൾ പ്രത്യേകിച്ച് ഒരു ക്യാരക്ടർ, എല്ലാം ഒരു ക്യാരക്ടർ തന്നെയായിരിക്കും. വ്യത്യസ്ത കഥാപാത്രങ്ങൾ ചെയ്യണമെങ്കിൽ അല്ലാതെ അഭിനയിക്കുന്ന ഈ കാലത്തെ മെയിൻ സ്ട്രീം ആക്ടേഴ്സിൻ്റെ ഒരു വലിയ ചലഞ്ച് അത് തന്നെയാണോ? പുതിയ പുതിയ കഥാപാത്രങ്ങളായി മാറുക, നമ്മൾ മാറി നിൽക്കുക, നമ്മൾ മാറി നിന്നിട്ട് ആ കഥാപാത്രമായി ആ ഒരു ചലഞ്ച് നേരിടുന്നുണ്ടോ ഇന്നത്തെ പുതിയ കാലത്തെ ശ്രമിക്കുന്നുണ്ടായിരിക്കുന്ന ഫഹദൊക്കെ കുറച്ച് അങ്ങനെ ശ്രമിക്കുന്ന ഒരാളാണ്. പക്ഷെ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ശ്രദ്ധിക്കുന്നുണ്ട്. ഫഹദ് ചെയ്യുന്ന ഒരാളാണ്. പിന്നെ അല്ല, ബാക്കിയെല്ലാം ഈ പറഞ്ഞ് എഴുതി വരുമ്പം നായകന് വേണ്ടിയിട്ടുള്ള, നായകൻ നടന്നു കയറാൻ വേണ്ടിയുള്ള പടിക്കെട്ടുകളാകുക ബാക്കി കഥാപാത്രങ്ങളൊക്കെ. കഥയും അതുപോലെ തന്നെ വരും. അതിനൊരു കുക്കിംഗ് ഫീൽ ചെയ്യും. അത് പ്രേക്ഷകനും അങ്ങനത്തെ അതാണ് എൻ്റർടൈൻമെൻ്റ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽ പെടുന്നതാകുമ്പം ഈ പറഞ്ഞ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകും. അല്ലാതെ ഒരവസ്ഥ മാത്രം ചിത്രീകരിക്കുന്ന, അപ്പം ഇപ്പം പൂക്കാലത്തൊക്കെ ഉള്ള ഗുണം അതാണ്. പൂക്കാലത്തിലും കിഷ്കിന്ധാകാന്ഡത്തിലും ഒക്കെ ഉള്ള ഞാൻ ചെയ്ത കഥാപാത്രങ്ങളൊക്കെ ഉള്ള ഗുണം അതാണ്. അങ്ങനെ ഒരാൾ അങ്ങനെ അവസ്ഥ വന്നാൽ എന്നുള്ള സംഭവമില്ലേ. അതെ, ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ മേലെപ്പറമ്പിൽ ആൺവീടും ആയിട്ട് താരതമ്യം ചെയ്യും. ഇപ്പോൾ ദേശാടനം പോലൊരു സിനിമയിൽ അഭിനയിക്കുന്ന കാലത്താണ് മുമ്പ് പറഞ്ഞ പോലൊരു മേലെപ്പറമ്പിൽ ആൺവീടും അഭിനയിക്കുന്നത്. ഒരേ കാലത്തെ രണ്ട് വ്യത്യസ്തമായ അനുഭവം തന്ന ആർട്ടിസ്റ്റ് എന്ന് പറയുന്നൊരു പ്രത്യേകതയുണ്ട് വിജയരാഘവനെ സംബന്ധിച്ച്, കൂട്ടേട്ടനെ സംബന്ധിച്ച്. ഒരേ സമയത്താണ് ദേശാടനത്തിൻ്റെ ഒരു സ്വഭാവം അറിയാമല്ലോ, അതേസമയമാണ് മേലെപ്പറമ്പിൽ ആൺവീടും ചെയ്തിരിക്കുന്നത്. ഞാൻ മുമ്പ് ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ ദേശാടനത്തിലെ ക്യാരക്ടർ കിട്ടിയപ്പോൾ എനിക്ക് ആദ്യം ഞാനിതെങ്ങനെ ചെയ്യും, എനിക്ക് പറ്റുമോ എന്നാണ് എനിക്ക് ആദ്യം തോന്നിയ വികാരം. അപ്പോൾ പക്ഷേ അതെങ്ങനെ ആകാം എന്ന് തോന്നി. ഈ കഥകളി ഇതൊക്കെ ഒരു 10-15 വർഷമെങ്കിലും നിരന്തരമായ ഒരു പരിശ്രമമില്ലാതെ ഒരിക്കലും ഒരാൾക്കൊരു കഥകളി നടനാകാൻ പറ്റില്ല. സാഹിത്യം, പിന്നെ സംസ്കൃതം അത്യാവശ്യം, പിന്നെ കഥകളൊക്കെ അറിഞ്ഞിരിക്കണം, പിന്നെ താളം നല്ല ബോധം ഉണ്ടായിരിക്കണം. ഇപ്പോൾ കാലുകൊണ്ട് ചവിട്ടുന്ന താളമായിരിക്കില്ല കൈക്രിയയുടെ താളം, അപ്പോൾ താളബോധം ഉണ്ടാണ്. പിന്നെ ഇതിന് ഒരു നിരന്തരമായൊരു മിനിമം 10-15 വർഷമെങ്കിലും ഒരു ധ്യാനം പോലെ നമ്മൾ അതിൻ്റെ പുറകെ പോയെങ്കിൽ മാത്രമേ കഥകളി നടനാകാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു ഇരുത്തം വന്ന ഒരാളായിരിക്കണം. പിന്നെ നമ്പൂരിയാണ്. അപ്പോൾ അംഗവിക്ഷേപങ്ങളൊക്കെ എന്താ എന്നൊക്കെ ഈ പെരുമാറ്റത്തിന് അംഗവിക്ഷേപങ്ങളൊക്കെ ഒരു മാറ്റം വരും. അതാണ് ഞാൻ അപ്പോൾ അതിന് നടത്തത്തിലുണ്ടായിരുന്നു ഒരു ഞാൻ നിളാ നദിയുടെ തീരത്തിൽ നടക്കുമ്പോഴൊക്കെ ശങ്കരൻ എന്ന് പറഞ്ഞ ആൾ എങ്ങനെയായിരിക്കും, അതാണ് ഞാൻ മനസ്സിൽ കാണുന്നത്. അങ്ങനെ ഞാൻ ക്യാരക്ടേഴ്സിനെ സമീപിക്കുന്നത്. ഞാൻ അയാളുടെ മാനസികാവസ്ഥ എങ്ങനെയായിരിക്കും എന്നുള്ള രീതിയിലാണ്. അല്ലാതെ നമ്മൾ കാണിക്കാൻ വേണ്ടി കാണിക്കുമ്പോഴാണ് കാണിക്കലായി പോകുന്നത്. അതിൻ്റെ അഭിനയത്തിനൊരു ബേസിക് സംഭവമാണ്, ഡോണ്ട് ഷോ, ബി ദാറ്റ്. അതാവണം. നീ കാണിക്കണ്ട, നീ ഒന്ന് കാണിക്കണ്ട, അതാവണം. ഇപ്പോൾ ഞാൻ പറഞ്ഞ മേലെപ്പറമ്പിൽ ആൺവീടിൽ ആ ക്യാരക്ടേഴ്സ് ആർട്ടിസ്റ്റുകൾ എത്ര കേരളത്തിലെ മലയാളത്തിലെ പ്രഗത്ഭരായ ആർട്ടിസ്റ്റുകളാണ്. ഓരോ നരേന്ദ്രപ്രസാദ് നിൽക്കുന്നു, അപ്പുറത്ത് ജനാർദ്ദനൻ നിൽക്കുന്നു, അങ്ങനെ എത്ര ജഗദീഷ് കുമാർ നിൽക്കുന്നു. അതിനിടയിലാണ് വളരെ വ്യത്യസ്തമായിട്ട് നമ്മൾ വിജയരാഘവനെ കാണുന്നത്. അവരും ഒക്കെ വ്യത്യസ്തമായിട്ട്, ജനാർദ്ദനൊക്കെ അന്ന് വില്ലനായിട്ടൊക്കെ ഈ സമയത്താണ് വന്നിങ്ങനെ. പിന്നെ പ്രസാദ് സാറ്, അതിനകത്ത് എല്ലാ ക്യാരക്ടേഴ്സും ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ളൊരു ഒരു സിനിമയാകാം, സിറ്റുവേഷൻസ് ആകാം, ആ കോമ്പിനേഷൻസ് ഒക്കെ. അതൊക്കെ ഈ പറഞ്ഞ ഇപ്പോഴത്തെ കാലത്ത് മുമ്പേ നിങ്ങൾ പറഞ്ഞില്ല, വളരെ റിയലിസ്റ്റിക് ആയിട്ട് അന്ന് ആ നടീനടന്മാർ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ അന്ന് അങ്ങനെ ആ ഒരു വീട്ടിൽ അങ്ങനെയായിരിക്കും, അങ്ങനെയൊക്കെ പെരുമാറുകയായിരുന്നു. അപ്പോൾ അതാ ഞാൻ പറഞ്ഞു, ഇപ്പം അങ്ങനെ പുതുതായിട്ടൊന്നും സംഭവിക്കുന്നില്ല എന്ന് പറഞ്ഞത്. ഇപ്പം ടെക്നോളജി കൊണ്ടുള്ള ഭയങ്കരമായ മാറ്റങ്ങളുണ്ട്. അത് നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിൽ. അതൊന്നും കാരവാനും ഇല്ലല്ലോ, എല്ലാവരും പല മരത്തിൻ്റെ ചോട്ടിലൊക്കെ സംസാരിക്കും, ഷോട്ട് കഴിഞ്ഞാൽ അവിടെ പോവുക, തമാശ പറയുക, പിന്നെ അങ്ങനെ അതൊരു ഭയങ്കര. ഇപ്പോൾ ഷോട്ട് കഴിഞ്ഞാൽ നേരെ കാരവൻ, അടുത്ത ഷോട്ടിൽ. ഇപ്പം ഈ അല്ലാതെ അഭിനയിച്ചു, അതാ പടത്തിൽ ഗുണം ചെയ്തു. എന്നറിയോ ഏത് പടമാണ്? ആഷിഖിൻ്റെ റൈഫിൾ ക്ലബ്ബ്. അതൊരു വലിയ മലയുടെ മേലെയാണ് നമ്മുടെ ആ ക്ലബ്ബ്. അപ്പം അങ്ങോട്ട് കാരവൻ കയറുക. അപ്പോൾ എന്ത് ചെയ്തു, അവരവിടെ ഒരു 3-4 വലിയ മുറികൾ, ഭയങ്കര വലിയ മുറികളാണ്. ആണുങ്ങൾക്കൊരു മുറി, പെണ്ണുങ്ങൾക്കൊരു മുറി, മേക്കപ്പിന് മുറി, കോസ്റ്റ്യൂമിന്, അങ്ങനെ
പക്ഷേ ഈ ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ നമ്മളെ എല്ലാം ആണുങ്ങളെ മുറിയത്തരം കാണിച്ചത്. പിന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കലും ഒക്കെ ആയിട്ട് ഭയങ്കര രസമാവും. ഒരു ഷോട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വന്നിരിക്കും, രാത്രി 2 മണി 3 മണിയുടെ ഷൂട്ട് കാണും. എന്നാലും നമുക്കൊരു ക്ഷീണം തോന്നുകയില്ല. അത് AC ഒക്കെ ആക്കിയിട്ടുണ്ട്, അതിനകത്ത് ബാത്റൂമുണ്ട്, പിന്നെ എല്ലാവരും കൂടെ കൂടി അത് ആ സിനിമയ്ക്ക് തന്നെ ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. അതാണ് ഞാൻ മുമ്പ് പറഞ്ഞത്, ഈ എൻസംബിൾ ആക്ടിങ് എന്ന് പറഞ്ഞത് അത് എല്ലാവരും നമ്മൾ ഇൻവോൾവ് ആവും അതിനകത്ത്. അങ്ങനെ ഒരു അവസ്ഥ നല്ലതാണ് ശരിക്കും സിനിമയ്ക്ക്. പക്ഷെ ഇപ്പോൾ പറ്റുകയല്ലത്, പല സ്ഥലത്തും ഈ ക്യാരവനൊന്നും ഇല്ലാതെ പറ്റില്ല. ഒരു അനുഭവം പറഞ്ഞ് വളരെ നന്നായി. എങ്ങനെയാണ് പുതിയ കാലത്ത് എല്ലാം മാറുന്നത്, പക്ഷേ അതിനിടയിൽ ഈ കൂട്ടായ്മകൾ, പരസ്പരം ആശയവിനിമയം എത്രമാത്രം കഥാപാത്രങ്ങളെയും ഒക്കെ മെച്ചപ്പെടുത്തുന്നു എന്ന് പറയുന്നൊരു വലിയ അനുഭവമാണ് ഇപ്പോൾ പറഞ്ഞത്. വളരെ സത്യമായ കാര്യമല്ലേ. ഇപ്പം ഞാൻ നടന്ന കേട്ടോ ഡയലോഗ് പറയും, എൻ്റെ ഡയലോഗ് പറഞ്ഞിട്ട് ഞാൻ പോകുമെന്ന് പറഞ്ഞാൽ ബാങ്കിലെ പണി പോലെ ആയിപ്പോ. അതല്ലല്ലോ, അതല്ലല്ലോ, ഇത് മനസ്സുകൊണ്ട് ചെയ്യുന്ന കാര്യമാണ്. ഞാനതാ എപ്പോഴും പറയുന്നത്. അഭിനയം എന്ന് പറഞ്ഞു നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട കാര്യം, ആ അവസ്ഥ നമ്മളുണ്ടാവണം. ആ അവസ്ഥ ഉണ്ടാവണമെങ്കിൽ ഞാനിപ്പോൾ ഒരച്ഛനാണെങ്കിൽ ഇവന് എൻ്റെ മകനാണ് ഇടാന്ന് എനിക്ക് വിളിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. ഇന്നത്തെ കാലത്ത് ഇങ്ങനെ കോമ്പിനേഷൻ സീൻസ് ഒക്കെ ചെയ്യുമ്പോൾ കോമ്പറ്റീറ്റീവായിട്ട് തന്നെ ഭയങ്കര ഇഷ്ടത്തോടെ തൊട്ടപ്പുറത്ത് നിൽക്കാൻ, ഇവരാണെങ്കിൽ കൊള്ളാം, ഒരു പിടി പിടിക്കാം എന്ന് തോന്നുന്ന ആർട്ടിസ്റ്റുകളെ കുറിച്ച് കുട്ടേട്ടൻ എന്ത് പറയും? ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ? അല്ല, അങ്ങനെ ഇപ്പം അങ്ങനെ എനിക്കല്ല. പണ്ട് വേണു, ഗോപിച്ചേട്ടനോട് ഞാൻ ആദ്യം അഭിനയിച്ചിട്ടില്ല. ഗോപിച്ചേട്ടൻ മേലാതായപ്പിന് ഞാൻ അഭിനയിച്ചുള്ളൂ. തിലകൻ ചേട്ടൻ എന്നൊക്കെ തോന്നുന്ന ആൾക്കാരാണ് നമുക്ക്. ഇപ്പം ജനാർദ്ദനാണെങ്കിലും അങ്ങനെ പരിചയമുള്ള ആൾക്കാരാകുമ്പോഴേ ഇപ്പോഴോ പുതിയ കാലത്തോ എനിക്ക് അങ്ങനെ വ്യത്യാസം. എനിക്കിപ്പോൾ പുതിയ പിള്ളേരാണെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടൊന്നും തോന്നില്ല. അവർക്ക് ചിലപ്പം ബുദ്ധിമുട്ടുണ്ടാവാം. ഞാൻ ബുദ്ധിമുട്ട് പറയാറുണ്ടോ? അതുകൊണ്ടല്ല ഞാൻ അവർ ഈസിയാക്കാൻ വേണ്ടി അവരുമായിട്ട് വളരെ കമ്പനിയാവും. അവർക്ക് അങ്ങനെ തോന്നാതിരിക്കാൻ വേണ്ടി ഞാൻ അവരിലൊരാളാവും. ചേട്ടാ കടുപ്പിക്കല്ലേ എന്ന് പറയുമോ? അല്ല, ഞാൻ വിനീതിൻ്റെ പടയില്ലേ ഹൃദയം, അത് മോഹൻലാലിൻ്റെ മകൻ അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ ഇവൻ എപ്പോഴും അങ്കിൾ എന്നൊക്കെ വിളിച്ചിങ്ങനെ പുള്ളി വളരെ അച്ഛൻ്റെ ഫ്രണ്ടെന്നുള്ള എന്നെ അപ്പോൾ വന്നപ്പോൾ എനിക്കങ്ങോട്ട് പറ്റുന്നില്ല. അപ്പോൾ ഒരു സീനുണ്ട്. അപ്പം സിനിമ അത് വിനീതാണ് പറഞ്ഞത്. വിനീത് അത് ഇൻ്റർവ്യൂവിലൊക്കെ പറഞ്ഞു. കുട്ടേട്ടൻ്റെ കൂടെ അപ്പു അഭിനയിച്ച ശേഷം അപ്പുവിൽ ഭയങ്കര മാറ്റം വന്നു. എന്ത് മാജിക്കായിരുന്നു കുട്ടേട്ടൻ ചെയ്തത്. എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇൻ്റർവ്യൂവിൽ, എന്താ ചെവി പറഞ്ഞതെന്ന് ചോദിച്ചു. ഞാനൊന്നും പറഞ്ഞില്ല. അതിനുമ്പ് ഈ ഷോട്ട് എടുക്കുന്നതിന് മുമ്പ് ഒരു റെയിൽവേ സ്റ്റേഷനിൽ മകനെ ട്രെയിൻ കയറ്റാൻ നിൽക്കുന്ന സ്ഥലത്ത് എന്നോട് ചോദിക്കുന്നുണ്ട്, നീ ദൂരെ പോവുകയാണെങ്കിൽ നീ വിഷമിക്കൊന്നും വേണ്ട, എപ്പോഴും അച്ഛൻ കൂടെ ഉണ്ടാവും, ദൂരെയാണെന്ന് വിചാരിക്കണ്ട, ഈ അച്ഛൻ എപ്പോഴും ഉണ്ടാവും കൂടെ. അവൻ ഇവൻ സ്വപ്പം കള്ളുകൂടിയൊക്കെ ഉണ്ട്, പക്ഷെ നീ കള്ളു കുടിക്കരുത്. അല്ല അച്ഛൻ, ഞാനങ്ങനെ കഴിക്കാറില്ല. നീ കള്ളു കുടിച്ചാലും കുഴപ്പമില്ല, നീ കള്ളം പറയരുത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എനിക്കറിയാൻ കുടിക്കുമെന്ന്. കള്ളു കുടിച്ചാൽ കുഴപ്പമില്ല, കുടിക്കില്ല എന്ന് കള്ളു കുടിച്ചാലും എന്ത് ചെയ്താലും കുഴപ്പമില്ല, പക്ഷെ കള്ളം പറയരുത്. എന്നിട്ട് ഞാൻ നിനക്ക് നാണക്കേടില്ലെങ്കിൽ ഞാൻ നിന്ന് കെട്ടിപ്പിടിച്ചോട്ടെ, ഒന്ന് ഉമ്മ വെച്ചോട്ടെ, അങ്ങനെ എന്തൊരു ഡയലോഗ്. ഇതാണ് അവിടെ ഞാൻ കെട്ടിപ്പിടിക്കും. ഈ സമയം കഴിഞ്ഞ് വിനീത് അവിടെ കിടന്നോണ്ട് തുളോ എന്ന് പറഞ്ഞത് വിനീത് ഡയറക്ടർ. അപ്പോൾ ഞാൻ എന്താണ് കുട്ടിയായിട്ട് ചെവി പറഞ്ഞതെന്ന് ഞാനൊന്നും പറഞ്ഞു. ആ ഷോർട്ട് സീനിന് മുമ്പായിട്ട് അപ്പോൾ ഇങ്ങനെ മാറി നിൽക്കുന്നു. അപ്പം ഞാൻ അപ്പോൾ വിളിച്ചു, സിഗരറ്റ് ഉണ്ട് മോനെ. അപ്പോൾ ഞാൻ എൻ്റെ അസിസ്റ്റൻ്റ് ആയിരുന്നു പറഞ്ഞു, മേടിച്ചു. അപ്പം ഞാനങ്ങനെ സിഗരറ്റ് വലിക്കുന്ന ആളല്ല, ഞാൻ ചുമ്മാ പണ്ട് ഞാൻ വലിക്കുമായിരുന്നു. അപ്പോൾ മേടിക്കുന്നത് കത്തി എനിക്ക് വേണം. അപ്പോൾ ഇല്ല ഞാനിപ്പോൾ വേണ്ട. ഓക്കെ, എൻ്റെ സിഗരറ്റ് വിളിച്ച് ഞങ്ങൾ സംസാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ സംസാരിക്കുമ്പം കണ്ണി നോക്കി സംസാരിക്കും. ഞാൻ പറയുമ്പോൾ നീ എൻ്റെ കണ്ണി നോക്കണമെന്ന് പറഞ്ഞു. പിന്നെ കണ്ണി നോക്കുമ്പോൾ എനിക്ക് അവൻ എൻ്റെ മോനായിട്ട് തന്നെ ലാലിൻ്റെ മോൻ എന്ന് പറഞ്ഞപ്പം അത് അല്ലാതൊരു ഇഷ്ടമുണ്ട് എനിക്ക്. ഈ പറഞ്ഞ ലാലിൻ്റെ മോൻ, അപ്പം മമ്മൂസിൻ്റെ മോൻ ഒക്കെ നമുക്ക് നമ്മുടെ കുട്ടിയെപ്പോലൊരു വിനീതൊക്കെയാണ് എനിക്ക് എന്തോ നമ്മുടെ കൂട്ടുകാരൻ്റെ മകനായതുകൊണ്ട് വേറൊരു ഇഷ്ടമുണ്ട് ഇൻ അഡീഷൻ. അപ്പം ഞാനത് പറഞ്ഞ് എൻ്റെ കണ്ണ് നോക്കി, എൻ്റെ കണ്ണ് കണ്ടപ്പോൾ അവനക്ക് അവന് ഫീൽ ചെയ്തു. അപ്പോൾ അതാണ് അവൻ പറഞ്ഞു. വിനീത് പറഞ്ഞ പിറ്റേ ദിവസം പോലെ ഇവനങ്ങ് ഭയങ്കര ഞാനില്ലാതെ ചാർജായത്. അതൊരു സംഭവിക്കുന്നതാണ്. അത് നമ്മൾ അവർക്കൊരു തടസ്സമാവണ്ട. അതുകൊണ്ട് ഞാൻ എൻ്റെ കൂടെ നിന്ന് അഭിനയിക്കുന്ന എല്ലാവരോടും വളരെ ഫ്രീ ആയിട്ടാണ് പെരുമാറുന്നത്. ഇപ്പോൾ ടോവിനോ ഒക്കെ ആണെങ്കിൽ എല്ലാവർക്കും വളരെ എന്നോട് വളരെ ടോവിനോ ഉണ്ട്. ഇപ്പം പുതിയ എല്ലാവരും അതെ, ഭഗതാണെങ്കിലും ശരി, എല്ലാവർക്കും ഞാനൊരു അകന്നു നിൽക്കുന്ന ഒരാളായിട്ട് തോന്നുന്നില്ല. ഞാനങ്ങനെ ഇടപെടുന്നത് അതുകൊണ്ടാണ്. അവർക്കും അങ്ങനെ തന്നെയാണ്. കാരണം അവരുടെയൊക്കെ സിനിമകൾ റിച്ച് ആക്കുന്ന ഒരു കമ്പോണന്റ് ആണ്. പിന്നെ അതുപോലെ എന്നോട് എന്തും പറയാം. ആ സ്വാതന്ത്ര്യം നമ്മൾ കൊടുക്കണം. അല്ലാതെ ഞാൻ സീനിയർ ആർട്ടിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് അതൊരു അങ്ങനെ അല്ലല്ലോ. നമ്മളെപ്പോഴും നമ്മളീ പറഞ്ഞ എപ്പോഴും നമ്മളെപ്പോഴും ഈ പറഞ്ഞ പുതിയതായിരിക്കണം നമ്മൾ. അല്ല ഞാനൊരു പഴയ വലിയ അങ്ങനത്തെ ആൾ അങ്ങനെ ആളല്ല.
നമ്മൾ ഈ നേരം സംസാരിച്ചപ്പോഴൊക്കെ ഞാനിങ്ങനെ കുട്ടേട്ടനോട് സംസാരിക്കുമ്പോൾ മനസ്സിൽ തോന്നുന്ന കുട്ടേട്ടൻ്റെ കഥാപാത്രങ്ങൾ, പല രൂപങ്ങൾ, ഇതെല്ലാം വെച്ചിട്ടാണ് ഞാൻ ചിലതൊക്കെ ഇങ്ങനെ ചോദിച്ചത്. അതിൽ വേറിട്ട് നിൽക്കുന്ന ഒരാൾ കൂടി ഉണ്ട്, റാംജി റാവു. അതിൽ ഇതൊന്നും അല്ലാത്തൊരു കുട്ടേട്ടനുണ്ട്. പക്ഷേ ആ കോസ്റ്റ്യൂം അടക്കം അതിനകത്ത് കുട്ടേട്ടൻ കൈകടത്തി ഒരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. സ്വന്തമാണ് അതിൻ്റെ ഒരു അതെന്താ സംഭവം? കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്തു? കോസ്റ്റ്യൂം എനിക്ക് അവർ ഉണ്ടാക്കി വെച്ചതൊരു പച്ച പട്ടാള പച്ചയില്ലേ, അങ്ങനത്തെ ഒരു പാൻറ്റും ഫ്ലാപ്പൊക്കെ വെച്ച ഷർട്ട്, ഇങ്ങനെ ഫ്ലാപ്പൊക്കെ വെച്ചിട്ട് ഷർട്ടൊക്കെയാണ്. പക്ഷെ ഞാനതിട്ടിട്ട് എനിക്കൊരു സുഖം തോന്നില്ല. അപ്പോഴാണ് ഞാൻ ലാലിൻ്റെ സിദ്ദിഖ് ലാലിൻ്റെ ഷർട്ട്, ക്യാമറമാൻ വേണുവിൻ്റെ ജീൻസ് ഉണ്ട്, കീറി പറഞ്ഞ ജീൻസ്, അവനിട്ടോണ്ടിരുന്നു, അത് ഊരിച്ചു. അതിട്ട് ലാലിൻ്റെ ഷർട്ട് വിട്ട് എൻ്റെ മുടി അങ്ങോട്ട് പുറകോട്ട് ഇവിടം വരെ കുറച്ച് ഷേവ് ചെയ്തു. എന്നിട്ട് കുറച്ച് പുറകോട്ട് ചെയ്യും, ഒരു ലോങ് ഫേസ് ആകാൻ വേണ്ടി മീശ താത്തി ഡ്രോപ്പിംഗ് ഫേസ് വന്നു. അതൊരു വലിയ ക്യാരക്ടറല്ല, കാരിക്കേച്ചർ. മെമ്മറബിളായി നിൽക്കുവാണ്. അപ്പം മനുഷ്യൻ്റെ മനസ്സിൽ അതിങ്ങനെ നിൽക്കും. ആ കാരിക്കേച്ചറിന്റെ ശക്തി ആ ഇമേജിനുണ്ട് ശരിക്കും. അത് വളരെ സീരിയസ് ആണ്. പക്ഷേ അയാൾ പറഞ്ഞ ഹ്യൂമർ തോന്നുന്നു വലിയ സീരിയസ് ആകുമ്പോഴും പൊട്ടണം പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന യന്ത്രം എന്ന് പറയുന്നത് സിബ് വലിക്കുമ്പോൾ ഓഫ് ചെയ്ത് എന്ന് പറയുന്നതിന്റെ വളരെ സീരിയസ് ആയിട്ടാണ്. പക്ഷെ തിയേറ്ററാകെ അതാണ് ഇളക്കി മറിക്കുന്ന ഒരു സീനാണ്. പിന്നെ അവരുടെ അസാധ്യ കഴിവുള്ള ഡയറക്ടർ സിദ്ദിഖ്. പിന്നെ അയാളൊക്കെ മലയാള സിനിമയുടെ നഷ്ടം എന്നൊക്കെ പറഞ്ഞാൽ പത്മരാജൻ, ഭരതൻ, ജോർജ് സാറ്, സിദ്ദിഖ്, അവരൊക്കെ ഭയങ്കര നഷ്ടങ്ങളാണ്. നെടുമുടി വേണു, ഗോപിച്ചേട്ടൻ, അവരെപ്പറ്റി ഓർക്കുമ്പോൾ അവരുടെ സിനിമ കാണുമ്പോൾ വിഷമം തോന്നും നമുക്ക്. പക്ഷേ അവരൊന്നും ഇല്ലാതെ പോയല്ലോ, ഇനിയും നമ്മുടെ കൂടെ നിൽക്കാനേ. പക്ഷേ അതാ ഇതൊരു വല്ലാത്ത യാത്രയാണല്ലോ. ആളുകളും പ്രതിഭകളും മാറി മാറി വരും, പുതിയ ആളുകളുടെ ഉത്തരവാദിത്വമാണ്. അതെ. പിന്നെ ഞാൻ പറഞ്ഞത് നമ്മളൊന്നും ഇന്നലെ പറ്റി കൂടുതൽ വിഷമിച്ചിട്ടും കാര്യമില്ല, നാളെപ്പറ്റി ഒരുപാട് ആഗ്രഹിച്ചിട്ടും കാര്യമില്ല. ഈ നിമിഷമാണ് ഞാൻ എപ്പോഴും ഇപ്പം പറയുന്ന കാര്യം. അത് ഈ നിമിഷമാണ് അതിൻ്റെ ശരി. അതിനെപ്പറ്റി നമ്മൾ ആലോചിച്ചപ്പോൾ കുട്ടേട്ടാ, നമ്മൾ ഈ ഓണക്കാലത്ത് കുറേ സിനിമയുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങൾ സംസാരിച്ചു. ഒരു കാര്യം കൂടി, ഒരു സിനിമയുടെ കുട്ടേട്ടൻ എപ്പോഴും സംസാരിക്കുമ്പോൾ പറയുന്ന ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിനിമയെക്കുറിച്ച് പറയാറുണ്ട്, ലീലയെക്കുറിച്ച് പറയാറുണ്ട്. രഞ്ജിത്ത് സംവിധാനം ചെയ്ത ആർ ഉണ്ണിയുടെ പിന്നീട് എന്നാൽ അങ്ങനെ വിജയിച്ച സിനിമയല്ല, പക്ഷേ ആ കഥാപാത്രം കുട്ടേട്ടന് മുമ്പ് പറഞ്ഞ പോലെ അല്ല. എൻ്റെ ജീവിതത്തിൽ എനിക്ക് അഭിനയിച്ചിട്ടേ ഭയങ്കര സങ്കടം തോന്നുന്ന അതായത് പടം വേണ്ടത്ര വിജയിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ ഏറ്റവും കൂടുതൽ ഞാൻ സങ്കടപ്പെട്ട ഒരു സിനിമയാണ് ലീല. കാര്യം വെച്ചാൽ പ്രേക്ഷകർ അത്രമാത്രം കണ്ടില്ല. പക്ഷെ കണ്ടവരൊക്കെ നല്ല എൻ്റെ ആ ക്യാരക്ടറല്ലോ ആസ് എൻ ആക്ടർ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ട കഥാപാത്രം. അതിന് വേറെ വലിയ വെച്ചുകെട്ടൊന്നുമില്ല. പക്ഷേ ഞാൻ ടോട്ടൽ ബോഡി ലാംഗ്വേജിലും എല്ലാം ഭയങ്കര മാറ്റമുണ്ട് ആ കാര്യം. അത് വേണ്ട വിധം ആകാഞ്ഞത് എനിക്കൊരു ഒരു അസാമാന്യ വിധേയത്തുള്ളൊരു മനുഷ്യനിലേക്കുള്ള ഭയങ്കര അടിമപ്പെടലായ മനുഷ്യനും വിധേയനാണ് പുള്ളി. പിന്നെ പുള്ളിക്ക് ഒരുപാട് ഇതെല്ലാം പ്രേക്ഷകന് ഫീൽ ചെയ്യും. നമുക്ക് കണ്ട് പരിചയമുള്ള ഒരാളെപ്പോഴും തോന്നുന്നു. അതെനിക്ക് ചെയ്തപ്പോഴും ഭയങ്കര ഇഷ്ടമായിരുന്നത്. അപ്പോൾ ഏതായാലും ഈ ഓണക്കാലത്ത് നമ്മൾ കുട്ടേട്ടൻ്റെ ഒരു ഗംഭീരമായ ഒരു സ്പേസിൽ നിന്നിട്ടാണ് നമ്മൾ ഇത്രയും സംസാരിച്ചത്. ഈ വീടെന്ന് പറഞ്ഞാൽ ഞാൻ മേടിച്ച വീടാണ് 91. അങ്ങനെ ഞാനിപ്പോൾ പൊളിച്ചു കളയാൻ തോന്നിയില്ല. അപ്പം ഇന്ന് റിനോവേറ്റ് ചെയ്ത് ഇതൊരു സിനിമാ ഇടം കൂടിയാണിത് അല്ലേ? പ്രിയപ്പെട്ട സിനിമാ സുഹൃത്തുക്കളും എല്ലാവരും വലിയ സിനിമാ ചർച്ചകളും അങ്ങനെയൊക്കെ ഉണ്ട് ഇവിടെ അല്ലേ? അത്രയൊക്കെ ഉള്ളൂ. അല്ല, ഞാൻ പറഞ്ഞത് ഒരുപാട് നല്ല മരങ്ങൾ, ഔഷധച്ചെടികളൊക്കെ ഉണ്ട് ഇവിടെ. അല്ല, ഇതുവരെ താമസിക്കാൻ പറ്റിയിട്ടില്ല. എനിക്ക് ആ അച്ഛൻ വെച്ച വീടുണ്ട്, ഡൈനീഷ്യ, അവിടെ ഞാൻ താമസിക്കുന്നത്. ഇത് പിന്നെ ഒരു നമ്മുടെ ഗസ്റ്റ് ഹൗസ് പോലെ ഇങ്ങനെ വെച്ചിരിക്കുന്നതാണ്. അവിടെയാണ് എനിക്ക് എപ്പോഴും ഞാൻ പറഞ്ഞില്ല, ഞാൻ എവിടെ പോയാലും എനിക്ക് വീട്ടിൽ വരണം. വീട്ടിൽ വന്നാൽ ഞാൻ ഇവിടെ ഡൈനീഷ്യ വന്ന് കിടന്നൊന്ന് അച്ഛൻ്റെ സാമീപ്യം ഇപ്പോഴും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എപ്പോൾ അങ്ങനെ ഒരു ഈ പറഞ്ഞ എന്താ പറയുക, ഞാൻ ഒരു ദിവസം ജീവിതത്തിൽ ഇതുവരെ അച്ഛനെ പറ്റി പറയാത്ത ഒരു ദിവസം പോലും ഇല്ല. കാര്യം വെച്ചാൽ ഞാൻ അത്രമാത്രം അച്ഛനെ ഇഷ്ടപ്പെടുക, സ്നേഹിക്കുക, അച്ഛൻ്റെ ഉള്ളത് മാത്രമല്ല, ഞാൻ കണ്ടിട്ടുള്ള, ഞാൻ അറിഞ്ഞിട്ടുള്ള വ്യക്തികളിൽ ഇത്രയും സത്യസന്ധനായ വ്യക്തിയെ കണ്ടിട്ടില്ല. പിന്നെ ഇത്രയും ബോൾഡായിട്ടൊരാൾ. ഇപ്പം വെറും ബോൾഡ്നെസ് കാണിക്കുകയല്ല, അങ്ങനെ അതാ എന്നുവെച്ചാൽ അത് ജീവിതം പഠിപ്പിച്ച പാഠങ്ങളാണ്. ഞാൻ പലപ്പോഴും പറയും ഒരു 10 ജന്മത്തിൽ അനുഭവിക്കേണ്ട ജീവിതം ഒരു ജന്മത്തിൽ അനുഭവിക്കേണ്ടി വന്ന ഒരു വ്യക്തിയാണ്.
അങ്ങനെ ഒരാളുടെ മകനാണ് എന്നുള്ളത് അത്രയും വലിയ അഭിമാനം, അത്രയും വലിയ സന്തോഷം, അത്രയും വലിയ ഭാഗ്യം. അപ്പം നമ്മുടെ ഈ സംസാരവും ഈ യാത്രയും പൂർണ്ണമാക്കേണ്ടത് അവിടെയാണ്, ഡൈനീഷ്യയിലാണ്. അപ്പോൾ അങ്ങോട്ട് പോകാം. തൊട്ടടുത്ത അപ്പോൾ കുട്ടേട്ടാ നമ്മൾ ഡൈനീഷ്യയിലെത്തി അല്ലേ? ഇതാണ് ഡൈനീഷ്യ. ഗ്രീസിൽ അവിടെ നാടകം അവിടെയാണ് ഉത്ഭവിച്ചതെന്നാണ് പറയുക. ആദ്യം നാടകം ഡൈനീഷ്യസ് ദേവാലയം, ഡൈനീഷ്യസ് ദേവൻ്റെ ദേവാലയമാണ് ഡൈനീഷ്യ. അപ്പോൾ അവിടെയാണ് നാടകം ആദ്യം അരങ്ങേറിയെന്നാണ് ഇങ്ങനെ ചരിത്രം പറയുന്നത്. പിന്നീട് അച്ഛൻ്റെ നാടകങ്ങളും എല്ലാം ഈ മണ്ണിലല്ലേ, ഇവിടെ തന്നെയല്ലേ? അച്ഛൻ നാടകങ്ങൾ എഴുതിയൊക്കെ ഇവിടെ വെച്ചിട്ടാണ്. പിന്നെ അച്ഛൻ ഇത് ശരിക്കും പറഞ്ഞാൽ അച്ഛൻ്റെ അമ്മാവൻ്റെ സ്ഥലമാണ്. അച്ഛൻ്റെ അമ്മാവൻ തൊട്ടടുത്തായിരുന്നു. അപ്പോൾ അങ്ങനെ പുള്ളി കുട്ടികളൊന്നുമില്ല. അപ്പോൾ അങ്ങനെ അച്ഛനോട് വന്നു, പുള്ളിയെ നോക്കി. അതെനിക്ക് ഇവിടെ പഴയ പേരെയാണ് അച്ഛൻ. ഇതൊക്കെ നാടകത്തിൽ നിന്നുള്ളതാണ്. നമ്മുടെ കാവാലിയ നാടകം അങ്ങോട്ടും കഴിഞ്ഞു. ആ സമയത്ത് വീടാണ് 69. അന്ന് പോലും ഞാനും ഈ പറഞ്ഞിവിടെയാണ്. എപ്പോഴും ഈ ഞാനെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മകഥ തന്നെ ഞാനാണ്. അതിൽ ഒരു പ്രധാനപ്പെട്ട ഭാഗമുണ്ട്. ലോകത്ത് ഒരു അച്ഛനോ ഒരു ഡോക്ടറോ ഒറ്റയ്ക്ക് ചെയ്യാൻ ധൈര്യപ്പെടാത്തത്ര യുക്തിഹീനമായൊരു സാഹസത്തിന് ഞാൻ തീരുമാനിച്ചു. അതെന്തിനെക്കുറിച്ചാണെന്ന് വെച്ചാൽ അത് ഈ നിൽക്കുന്ന കുട്ടേട്ടൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട് എഴുതിയിരിക്കുന്നതാണ്. എൻ്റെ പ്രസവമെടുത്ത അച്ഛൻ്റെ കയ്യിലേക്കാണ് ഞാൻ ഇങ്ങനെ ഒരു മലേഷ്യൻ അനുഭവം. അപ്പോൾ ആ കൈകളിലേക്കാണ് ജനിച്ച് വീണത്. പിന്നെ ആ കൈ പിടിച്ചാൽ നടന്നത്. അത് അച്ഛൻ മരണം വരെ അച്ഛൻ പറയുന്നുണ്ട്, അരങ്ങിലെ അലർച്ചയും അവൻ്റെ ആദ്യ അലർച്ചയും എനിക്ക് കേൾക്കണം അല്ലേ? അങ്ങനെ കുട്ടൻ്റെ വളർച്ചയെക്കുറിച്ച്, മകൻ്റെ വളർച്ചയെക്കുറിച്ച്. അതെ, അച്ഛന് ഞാൻ ഒരു നടനായതിൽ അച്ഛന് ഭയങ്കര സന്തോഷമാണ്. പിന്നെ ഞാൻ ഒരു ഡയറക്ടർ എന്നുള്ള നാടകം ഡയറക്റ്റ് ചെയ്യുന്നൊക്കെ ഒരു നല്ല ബോധ്യമുണ്ടായിരുന്നു. കൊണ്ടുപോയല്ലോ പലപ്പോഴും നാടക കമ്പനി മുന്നോട്ട് കൊണ്ടുപോയി. അച്ഛനത് ആ കാര്യത്തിൽ എന്നെ പറ്റി ഭയങ്കര അഭിമാനിക്കുന്നുണ്ടായിരുന്നു, അതെനിക്കറിയാം. പക്ഷെ എന്നാലും അങ്ങനെ നമ്മുടെ മൂത്തോടെ നീ കളക്കണം ഗംഭീരം അങ്ങനെയൊന്നും പറയാം. ഏകലവ്യനൊക്കെ അല്ല, അതല്ല. എപ്പോഴും നീ എപ്പോഴും പുതുക്കിക്കൊണ്ടിരിക്കണം. പിന്നെ ഏകലവ്യൻ കണ്ടപ്പോൾ കണ്ടിട്ട് പോലെ അത്ര അങ്ങോട്ട് പോയി അസല കേട്ടോ. അവിടെ കൊണ്ട് തീർന്നു. പിന്നെ അതിനെപ്പറ്റി നീ മറ്റേ അങ്ങനൊന്നും പറയുന്നില്ല. പിന്നെ ഇപ്പം ദേശാടനം അത് കണ്ടു, സന്തോഷം. എൻ സാറിന് മലയാളിയുടെ മുമ്പിൽ വീണ് കിട്ടിയ മറ്റൊരു പേരാണ് അഞ്ഞൂറാൻ. സിനിമയുടെ ഒരു സിനിമ കൊണ്ട് അല്ല, വേറെ കണ്ടിട്ടുണ്ട്. ഇപ്പം എൻപിള്ള എന്നുള്ളത് ഇപ്പം ഇപ്പോഴത്തെ തലമുറ മുഴുവൻ അറിയുന്ന അഞ്ഞൂറാനാണ്. ഈ അച്ഛൻ്റെ പുസ്തകങ്ങളും നാടകങ്ങൾ കണ്ടിട്ടുള്ളത് ഇന്നത്തെ കാലത്ത് കുറവാണ് അച്ഛൻ അഭിനയിക്കുന്നത്. പക്ഷേ അച്ഛൻ ശരിക്കും പറഞ്ഞാൽ ഈ അഞ്ഞൂറാനുള്ള കാര്യത്തിനേക്കാളും കൂടുതൽ നാടകങ്ങളിൽ വളരെ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെയാണ് എനിക്ക് പ്രചോദനം. അപ്പോൾ ഏതായാലും ഈ ഒരു ഓണക്കാലത്ത് അത്തരം ഏറ്റവും സമ്പന്നമായ അനുഭവങ്ങളിലൂടെ സഞ്ചരിച്ചാണ് നമ്മളിങ്ങനെ മുന്നോട്ട് പോകുന്നത്. എനിക്ക് തോന്നുന്നൊരു കുടുംബത്തോടൊപ്പം ഉള്ളൊരു ഓണക്കാല കാഴ്ചകളും അവരോടൊപ്പം ഒന്ന് അല്പസമയം കൂടി പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവെച്ച് നമുക്ക് അവസാനിപ്പിക്കാം. ഇങ്ങോട്ട് വാ നാനുകുട്ടാ, ഇങ്ങ് വാ. നാണപ്പൻ. അച്ഛൻ്റെ പേര് നാണപ്പൻ. ഇവൻ്റെ ചേച്ചി ചിന്നമ്മയാണ്. ചിന്നമ്മൂന്ന് അവളെ വിളിക്കുന്നത്. ഇവിടെ നാണുക്കുട്ടൻ. ഇവൻ്റെ പേര് വിജയരാഘവൻ്റെ വീരു. വീട്ടിൽ പേര് അധീന്ദ്ര രാഘവൻ. ഇവിടെ ആരാന്ന് മനസ്സിലായ? ചിന്നമ്മു ഒരുക്കം ഇതൊക്കെയാണ്. ഇന്നൊന്നും ഒരുക്കം കുറവല്ലേ? ഇത് കുറവല്ലേ? ഇതൊന്നും അല്ല.
ഇത്തവണത്തെ ഓണക്കാലം അങ്ങനെ വീട്ടിൽ അവാർഡ് കയറിയ ദേശീയ അവാർഡ് എത്തിയ വീട്ടിൽ വളരെ സജീവമായി ഇങ്ങനെ നിൽക്കുകയാണ്. എല്ലാവരും സെലിബ്രേറ്റ് എല്ലാവരും സെലിബ്രേറ്റ് ചെയ്തോ ഈ അവാർഡ് ഡിക്ലറേഷനൊക്കെ? അല്ല, ഇവിടെ പറയുന്നത് അറിയോ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം യു കെയിൽ നിന്ന് വന്നതാണ് മൂത്ത മകനും അല്ലേ? യു കെയിലാണ്. അപ്പം ഞാൻ കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് അവിടെയായിരുന്നു. അന്നാണ് സ്റ്റേറ്റ് അവാർഡ് പ്രഖ്യാപിച്ചത്. അപ്പോൾ എനിക്ക് ഏറ്റവും നല്ല സഹനടനുള്ള അവാർഡ് കിട്ടി. അത് ഇവരുള്ളപ്പോഴാണ്. ഇവരിപ്പോൾ ഇവിടെ വന്നു, യു കെ ഇവിടെ വന്നപ്പോൾ അപ്പോൾ ഇവിടെ വന്നു. ഞാൻ വരുന്നതുകൊണ്ട് ഇവളുടെ സാമീപ്യം ഉണ്ടെങ്കിലാണെന്നാണ് ഇവര് പറയുന്നത്. അല്ല, പ്രത്യേകിച്ച് സിനിമക്കാർക്ക് അതിലൊക്കെ വലിയ വിശ്വാസമാണ് കേട്ടോ. എനിക്കല്ല വിശ്വാസമില്ല. എനിക്ക് എൻ്റെ അഭിനയത്തിനെ പറ്റി എന്തൊരു ആത്മവിശ്വാസം ഉണ്ടാ, അതൊന്നും തകർക്കാൻ പറ്റില്ല. പിന്നെ കുടുംബത്തിൽ കേൾക്കുന്ന ഒരു രസമാണ് അതിൻ്റെ ഒരു. ഓക്കെ. പിന്നെ മൂത്ത മകൻ ജിനദേവൻ, നേരത്തെ പറഞ്ഞു, ഇത് രാഖി, ഇവർ രണ്ടുപേരും യു കെയിലാണ്. അവൻ്റെ മൂത്ത മകൻ അദ്രിത്തും രണ്ടാമത്തെ വീരു. ഇത് ചിന്നമ്മൂര് അമ്മയാണ്. രണ്ടാമത്തെ മോൻ്റെ മൂത്ത മകൻ ശ്രുതി. ഇവളാണ് ഇപ്പം. ഇവനൊരു ഷോപ്പ് ഉണ്ടായിരുന്നു, ഒരു കമ്പി സിമെന്റ് ഒക്കെ ഇവിടെ. അപ്പൊ അത് വിട്ടിട്ടാ പുള്ളി പോയത്. അപ്പൊ അത് അനിയത്തിയാണ്. ഇപ്പൊ അവളാ നോക്കുന്നത്. അവള് രണ്ട് പിള്ളേരെ വെച്ചിട്ട് വേണം നോക്കാൻ. വീട്ടിലെ ഏറ്റവും ഇളയ ചട്ടമ്പിയാണ്, ഏറ്റവും ഇളയ സാധനം. നാണു ഒറ്റ വികാരം. വിളിച്ചേട്ടോ ചിന്നമ്മു, ചട്ടമ്പി നാണു കേക്കണ്ട, അവക്കിട്ട് കൊടുക്കുവാണെങ്കിൽ. അതുപോലെ ഏതോ എനിക്ക് സിനിമ കണ്ടാ തോന്നുന്നു. അതെ, സിനിമ കണ്ട ആൾക്കാർക്ക് വഴിതെറ്റുമെന്ന് പറയുന്നില്ല. നാണു ഏതോ ഈ പറഞ്ഞ കാർട്ടൂണൊക്കെ കാണുക, അതൊക്കെ അടിക്കുക തൊഴിക്കുക. ശിവ കണ്ടിട്ടാ? അച്ചച്ചയുടെ ശിവ. അതാണ് നാണുവിന് കിട്ടിയിരിക്കുന്നതാണ്. പിന്നെ ഇതൊരു വലിയ ഭാഗ്യമല്ലേ ഈ പിള്ളേരൊക്കെ അടുത്തുള്ളത്. പിന്നെ ഇവരൊക്കെ ഇല്ലാത്തപ്പോ വിഷമാ. പക്ഷെ ഇവരോട് ഞാൻ പറയാറില്ലെന്നും അങ്ങനെ. ഇനി ഓട്ടത്തിനിടയിൽ അല്ലേ? അല്ല, അവർക്ക് അവരുടേതായ ജീവിതം. പിന്നെ ഇളയവൻ്റെ അവനിപ്പം ബിസിനസ്സൊക്കെ ഉണ്ടായിരുന്നു. അവനിപ്പം സിനിമയിലാണ്. ഇപ്പം പുള്ളി സിനിമ ദുൽഖറിന്റെ കമ്പനി ഉണ്ടല്ലോ, ഡിസ്ട്രിബ്യൂഷൻ വേഫെയർ. ഇപ്പൊ കൊച്ചിയിലാണ് അതിന്റെ ഓഫീസും കാര്യങ്ങളും. പുള്ളി ഇവിടെ കാണുകയാണ്. അപ്പൊ എന്നാ അങ്ങനെ പറയാം കേട്ടോ. കൊച്ചിയല്ല, എറണാകുളമാണ്. തിരുത്തി. ഇടയ്ക്ക് എറണാകുളത്ത് പോവാന്ന് പറയാം. അച്ഛൻ്റെ കൂടെ ഷൂട്ടിങ് കാണാൻ ആരൊക്കെ പോയിട്ടുണ്ട് ഇതില്? ഏതായിരുന്നു? ഇപ്പോഴോ? ഇപ്പൊ ഈ വെക്കേഷൻ വന്നപ്പോഴോ? ഈ വെക്കേഷൻ വന്നപ്പോ പോയി പള്ളിച്ചട്ടമ്പി തൊടുപുഴയിലല്ലേ? ഓക്കെ. ചിന്നമ്മ പോയിട്ടുണ്ടോ? ആദ്യം കൊണ്ടുപോയത് എന്റെ കുട്ടിയുടെ കഷ്ടമല്ല. എത്ര ഇവളാണ് ആദ്യം വന്നത്. ചിന്നമ്മൂന് ഓർമ്മയില്ല. അപ്പോ മനസ്സിലാവുന്നില്ല. അപ്പൊ നിനക്ക് മനസ്സിലാകാൻ വലിയ ബുദ്ധിമുട്ടാ. അപ്പൊ നമുക്ക് ചിന്നമ്മൂനെ ഒന്ന് കൊണ്ടുപോകണം ഇനിയിപ്പോ, അല്ലേ? ഇവിടെയാണ് അച്ഛനെ ദഹിപ്പിച്ച സ്ഥലം. അതിപ്പോഴും ഞാനങ്ങനെ വെച്ചിരിക്കുക. ഇപ്പം എന്താണെന്നറിയോ, അച്ഛൻ്റെ പേരിൽ പറഞ്ഞ ഞാൻ പറഞ്ഞു, ഇവിടെ പയ്യന്നൂർ അടുത്തൊരു സ്ഥലം മാണിയാട്ട്, അവിടെ അച്ഛൻ്റെ ഓർമ്മയ്ക്കായിട്ട് അവർ വലിയ നാടകോത്സവം നടത്തും. എല്ലാ വർഷവും നവംബർ 14 തുടങ്ങും, 23 വരെ. അതോ ഗംഭീരമായ പരിപാടി. ഒരു 10,000-4,000-5,000 പേര് കാണും എല്ലാ ദിവസവും. അപ്പോൾ അവസാനത്തെ ദിവസം 16,000 പേര് കാണും. അപ്പം അന്ന് ആരെങ്കിലും സിനിമക്കാരും കാണും. ഞാൻ എല്ലാ വർഷം പോവും. അപ്പോൾ അവിടെ ഈ വരുന്ന ആൾക്കാർക്ക് മുഴുവൻ സദ്യ. ആ ഗ്രാമം നമുക്ക് അത്ഭുതം തോന്നും. മധുസാർ അവിടേക്ക് വന്നു ഗസ്റ്റായിട്ട്. അദ്ദേഹം 3 ദിവസം അവിടെ താമസിച്ചു നാടകം കാണാൻ. നാട്ടുകാരുടെ കൂടെ അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് കസേരയിലിരുന്ന് നാടകം കണ്ടു. അതൊരു പ്രത്യേക അനുഭവം. അവർ ഇപ്പോൾ തുടങ്ങിയിട്ട് 10 വർഷം, ഇപ്പോൾ 11ാമത്തെ വർഷം. അവർ 5 വർഷം കഴിഞ്ഞപ്പം ഒരു 3 നില കെട്ടിടം പണിതാണ്. എൻപിള്ള സ്മാരക മന്ദിരം. ഏറ്റവും താഴെ പാലിയേറ്റീവ് കെയർ സെൻറ്റർ, അതിൻ്റെ മേലെ ഈ ഓഫീസ്, പിന്നെ അതിന് ഏറ്റവും മേലെ നാടക റിഹേഴ്സലുള്ള സ്പേസ്. അത് അച്ഛൻ
ജനിച്ച നാട്ടിലില്ല. അതെ അതെ. അപ്പം അത്ര അച്ഛനെ സ്നേഹിക്കുന്ന ഞാൻ പറഞ്ഞ നാടകം എന്നുള്ള രീതിയിൽ മുമ്പേ പറഞ്ഞത് 500 അതല്ല. അപ്പം അങ്ങനെ അച്ഛനെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു വലിയ വിഭാഗമുണ്ട്. അതെ, അത് ഈ പറഞ്ഞ പോലെ കേരളമാകെയുണ്ട്. മലയാളി എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ആ തരത്തിലേക്കൊക്കെയുള്ള ഇഷ്ടവും അത് പല രൂപത്തിലിങ്ങനെ നമ്മളുമായി പങ്കുവെക്കുമല്ലോ. അതിപ്പം എനിക്കൊന്ന് കുട്ടേട്ടൻ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴൊക്കെ അത് പറയാറുണ്ടാവും അല്ലേ ആളുകൾ. പിന്നെ 10-90 വയസ്സുള്ള ആൾക്കാർക്ക് ഈ നാടകം കണ്ടവരൊക്കെ ഇപ്പോഴും അതിൻ്റെ ഡയലോഗ് ഓർത്തിരിക്കും. അതൊരു വലിയ സംഭവമല്ലേ. ഇപ്പോൾ സിനിമയൊക്കെ റിപ്പീറ്റ് ചെയ്ത് കാണും. ഇത് ഒറ്റ പ്രാവശ്യം കണ്ടാണ്. അതെ, ഒന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ചെറിയ ചെറിയ വീഡിയോസൊക്കെ അത് അച്ഛനെ പറ്റി ഡോക്യുമെന്റ് ചെയ്തതെന്നൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ ഏതായാലും ചേച്ചി ഇതിനിടയിൽ ഭയങ്കര സൈലന്റ് ആയിട്ട് ചേച്ചിയോ ഇങ്ങനെ ചേച്ചി അങ്ങനെ അല്ല, ചേച്ചി പൊതുവെ സൈലന്റ് ആണ്. ചേച്ചിയും ഈ മൂത്ത അവനും അതെ, അങ്ങനെ അമ്മയുടെ മകൻ എന്ന് പറയുന്ന തരത്തിലാണ് വലിയ പ്രകടിപ്പിക്കലൊന്നുമില്ല. സ്നേഹമാണെങ്കിൽ പോലും ഇങ്ങനെ പ്രകടിപ്പിക്കുക. ഞാൻ പറയുകയാണെങ്കിൽ പ്രകടിപ്പിക്കേണ്ടതാ ഇതൊക്കെ. അത് ചേട്ടൻ അതുകൊണ്ട് ഗുണമുണ്ടെന്ന്. ചേട്ടൻ വികാരം ഇങ്ങനെ പ്രകടിപ്പിക്കലാണല്ലോ ജോലി. അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ അല്ലാത്തത്. അത് ചേട്ടൻ്റെ ജോലി. ഇരുന്നാണ് ചെന്നെ കൈ കാണിച്ചു. നമുക്കത്ര വിശ്വാസം പോരാ. ചെയ്തു. പിടിച്ചോണം കേട്ടോടി. പുറകെ കൂടെ അവനെ പിടിച്ചു. ഒരു കൈ അപ്പുറത്തെ കൈ ഒന്ന്. മുന്നോട്ട് പോവല്ലേ. ആട്ടൻ അവൻ ചിലപ്പോൾ ചാടി ഇറങ്ങും. ഇതൊക്കെ തന്നെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സുഖം. സിനിമയിൽ ഞാൻ എങ്ങും പോകില്ല, ഇവിടെ തന്നെ കാണും. വീട്ടിൽ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്നും തിരിച്ച് ഇവിടേക്ക് തന്നെ കഴിയുന്ന ഒരു ദിവസമൊക്കെ ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞാൻ അതല്ലേ നമുക്ക് ജീവിതത്തിൽ ജീവിക്കുന്ന സമയമുണ്ടല്ലോ, അതങ്ങനെ അങ്ങോട്ട് സുഖമാകുക. ഓക്കെ. അല്ലാത്തപ്പം നമുക്ക് ഈ പറഞ്ഞ പോലെ. അപ്പോൾ എല്ലാവരും ഈ വരുന്ന ഒരു അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്നൊരു സമയം. അതെ, ഇത്തവണത്തെ ഞങ്ങളുടെ വലിയ സന്തോഷമുള്ള ഓണം എല്ലാവരും ഉണ്ടാവും. അതെ അതെ. അപ്പോൾ ആ സന്തോഷം ഞങ്ങൾക്കും ഒക്കെ കിട്ടി, കാണുന്ന പ്രേക്ഷകർക്ക് കിട്ടി. ഈ ഓണക്കാലത്ത് അത് പ്രേക്ഷകരിലേക്കും എത്തി എന്നുള്ളതാണ് വലിയൊരു സന്തോഷം. പേടി പോയോ? ഹാപ്പി ഓണം. പോരാ, കുറച്ചുകൂടെ ശരിക്കും പറഞ്ഞു അവിടെ. ഹാപ്പി ഓണം നീ പറഞ്ഞേ. ഇവിടെ വാ നാണു, ബാ പോയി ഇവിടെ. മോനെ ബാ. അപ്പം അപ്പൂപ്പൻ്റെ കൂടെ എല്ലാവരും. അച്ചച്ചൻ അല്ലേ? അച്ചച്ചൻ്റെ കൂടെ ഹാപ്പി ഓണം പറഞ്ഞേ. ഹാപ്പി ഓണം. ഇതാണ് കേട്ടോ നിങ്ങളുടെ ഓണം. ഓണമാണ്, ഓണപ്പായസം. ഓണപ്പായസം ആദ്യമായിട്ട്. താങ്ക് യു. നാണുക്കുട്ടന് എന്നാ ചൂട് അമ്മ ചൂടാ നോക്കടി. അടുത്ത പായസം നിനക്ക് അല്ല ചിന്നമ്മു. അടുത്ത പായസം അടുത്ത നിനക്ക്. യെസ്, ഓരോ പ്രായം അനുസരിച്ചല്ലേ അല്ലേ? അത്ര ചൂടില്ല. പിടിച്ചോ അവനെ പിടിക്കാം. പ്രായം അനുസരിച്ചാട്ടോ. നീ ആർക്കാം എൻ്റെ മോൻ. അതെ, എൻ്റെ മോൻ. ഓ മോനെ. അപ്പം എന്താ വീട്ടിൽ വിളിക്കുന്നത്? എന്തുവാ മോനെ വീട്ടിൽ വിളിക്കുന്നത്? മോനെ ഞാനോ? ജിനു. അതേതാ ഇതെൻ്റെ പായസം. ഓക്കെ. ഈ വിഷമിച്ചാണല്ലോ. തന്നെത്താൻ ഉണ്ടാക്കിയതായോണ്ട് അല്ലേ?
നോക്കട്ടെ. നല്ല പായസം എന്നാ നല്ല പായസം. ആ അവനെ വേണ്ട ദാ കണ്ടോ ദാ നാണു ഇവിടെ വാ വിളിക്കുന്നത്. ഞാനെന്നാ തരട്ടെ അവന് ഫുള്ള് അവനത് കണ്ടാ മതി. ചിന്നമനു ഞാൻ നിനക്കാ ഇനി ജിനു അല്ലേ? അത് ആ ഒരാളൂടെ മിസ്സായി പോയി അല്ലേ? അയ്യോ ആ ദീദി ഇല്ലായിരുന്നു. ഇത് കൊടുക്കാൻ വാ മാത്രം പായസമില്ല. അവർക്ക് ഞാൻ കൊടുത്തല്ലോ. ഓണപ്പായസം എല്ലാം തകർത്തു, ഗംഭീരമായി. അങ്ങനെ ഓണം അടിപൊളി. അപ്പോൾ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഇരട്ടി മധുരം എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ ഇരട്ടി മധുരമാണ് ഈ ഓണത്തിന് കൈരളി പ്രേക്ഷകർക്ക് കിട്ടിയത്. കുട്ടേട്ടനോടൊപ്പം ആ കുടുംബത്തോടൊപ്പം നമ്മൾ എത്രയോ സമയം ഇങ്ങനെ ആ സിനിമാ ലോകവും സിനിമാ ജീവിതവും കാഴ്ചപ്പാടുകളും എല്ലാം കേട്ടും ഈ കുടുംബത്തിൻ്റെ ഓണാഘോഷങ്ങളൊക്കെ പങ്കുചേർന്നു, അതിലൊക്കെ പങ്കുചേർന്നു. അങ്ങനെയാണ് നമ്മൾ ഈ ഓണ ദിവസം അങ്ങനെ മുന്നോട്ട് പോയത്. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും കൈരളിയുടെയും വക കുട്ടേട്ട ഓണാശംസകൾ തിരിച്ചു. താങ്ക് യു. ഓക്കെ, ഹാപ്പി ഓണം.